ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. ഇന്ന് കർക്കിടക മാസം 5-ാം ദിവസം. നമുക്കിന്ന് അയോധ്യാകാന്ഡമാണ് വായിക്കാനുള്ളത്. എല്ലാ മക്കൾക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അയോധ്യാകാന്ഡമാണ് ഇന്ന് വായിക്കാനുള്ളത്. നമുക്ക് ആദ്യമേ ശ്രീരാമഭഗവാന്റെ സ്തുതിപ്പ് അല്പം ചൊല്ലാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അയോധ്യാകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഭഗവാനെയും ദേവിയെയും ഗണപതി ഭഗവാനെയും സ്തുതിക്കുന്നു. ഇന്ന് കർക്കിടകം 5-ാം ദിവസം. താരാർമകൾ കൻപുള്ള തത്തേ വരികടോ, താമസശീലം അകറ്റേണം ആശു നീ. രാമദേവൻ ചരിതാമൃതം ഇനിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി. ഇനിയും എനിക്ക് കേൾക്കണം. ഉമാമഹേശ്വര ഭഗവാൻ പരമശൻ പാർവതിക്ക് ഈ ശ്രീരാമ ചരിതങ്ങളെല്ലാം ഉപദേശം കൊടുത്തതാണ്. ഇനിയും എനിക്ക് കേൾക്കണം. ആമോദം ഉൾക്കൊണ്ട് ചൊല്ലു സരസമായി. തത്തേ കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അതുപോലെ പറച്ചില്. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. ഇതെല്ലാം കേട്ടാല് പങ്കമെല്ലാം അഴുക്ക്, അതായത് പാപങ്ങൾ എല്ലാം പോയി പല ജാതിയും ആർക്കും സങ്കടം ഏതും വരത്തില്ല. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യ ജലനിധിയാകിയ രാഘവൻ. അതായത് ഭഗവാൻ രാഘവന്റെ കൂടെ ദേവി ഉണ്ടല്ലോ, ശ്രീരാമന്റെ കൂടെ സീത, ഭഗവാൻ നാരായണന്റെ കൂടെ രമാദേവി. അപ്പോൾ ഈ സ്ത്രീലിംഗമാകുന്ന ദേവി ഒരേ ഒരു ദേവിയാണ് സർവ്വടത്തും ദേവിയായി നിൽക്കുന്നത്. ഒരേ ഒരു പരമപുരുഷനാണ് സർവ്വടത്തും പുരുഷനായി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവനും ദേവിയും ഒന്നേ ഉള്ളൂ. അപ്പോൾ ഭാഗ്യ ജലനിധി എന്നുവെച്ചാൽ എന്താണ്? സമുദ്രം. ജലനിധി വെച്ചാൽ സമുദ്രം പോലെ ഭാഗ്യമുണ്ട്. എവിടെയാ? ശ്രീരാമന്റെ ദേവി കൂടെ ഉണ്ട്. ദേവി ഭാഗ്യലക്ഷ്മിയാണ്. അതുകൊണ്ട്
ഭാഗ്യ ജലനിധിയാകിയ രാഘവൻ, അതവിടെ അങ്ങനെ പറഞ്ഞല്ല, സമുദ്ര ഭാഗ്യമൊന്നല്ല, സമുദ്രം പോലെ ഭാഗ്യം മഹാലക്ഷ്മിക്ക് ഉണ്ടല്ലോ, അതാണ് ആ രാഘവനിൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ ശ്രീനാരായണനായിരിക്കുന്ന പരമേശ്വരനിൽ ദേവി കൂടെയുണ്ട്, ഭാഗ്യം കൂടെയുണ്ട്. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പുക്ക് താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ച് മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനി അകമ്പുക്ക്. അതായത് 4 കുട്ടികളും മരുമക്കളുമായിട്ട് എല്ലാവരും കൂടെ വന്ന അയോധ്യയിലേക്ക് വരണ്ടേ, അവർ വന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോഴല്ലയോ പരശുരാമനെ നമ്മൾ ഇന്നലെ വായിച്ചപ്പോൾ വഴിമധ്യേ പരശുരാമൻ കണ്ടു. അതെല്ലാം കേട്ട് പിന്നെ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. അവരെല്ലാം കൂടെ ഇപ്പോൾ അയോധ്യയിലേക്ക് വന്നു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നോട് നാനാ ഗുണഗണം കാണുകയാൽ. ഭഗവാൻ രാഘവൻ അവിടെ വന്നപ്പോൾ ഭഗവാന്റെ നാനാ ഗുണങ്ങളും ഒന്നൊന്നും അല്ല, ഒരുപാട് ഗുണഗണങ്ങളെല്ലാം കണ്ട് എല്ലാവർക്കും സൗഖ്യം, ഈ ജഗത്തിന് എല്ലാവർക്കും സൗഖ്യം വന്നു. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രസുതഗണഭൂഷണ ഭൂഷിതൻ. പരമേശ്വരനാണ് രുദ്രൻ, പരമേശ്വരനാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഈ കഥകളെല്ലാം കൊടുക്കുന്ന പിന്നെ പാർവതിദേവിക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ വിവാഹം കഴിച്ച് വന്നെന്നും ഈ കാര്യങ്ങളെല്ലാം അയോധ്യയിൽ എല്ലാവരുടെ വന്ന് എതിരേറ്റു. ഈ കാര്യങ്ങളെല്ലാം ദേവിക്ക് ഭഗവാൻ ശ്രീരാമൻ്റെ കഥകൾ പറയുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെയും പറയുന്നു. ഇങ്ങനെ പോകെ മക്കളെ നിങ്ങളെല്ലാവരും ഇനി മറ്റുള്ളവർക്ക് ഇങ്ങനെ പോകണം. ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവപഞ്ചനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ, അതായത് ദേവിക്ക് പാർവതിദേവിക്ക് പരമേശ്വരൻ ഈ രുദ്രാണി എന്ന് പറയുന്നത് രുദ്രൻ എന്ന് പരമേശ്വരനെ പറയുമ്പോൾ ഇവിടെ രുദ്രാണി എന്ന് പറയും, പരമേശ്വരൻ എന്ന് പറയുമ്പോൾ പാർവതി എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ഇപ്പം രുദ്രാണി എന്ന് പറഞ്ഞത് ഇവിടെ പാർവതിദേവിയെ വിളിച്ചതാണ്. ഈ രുദ്രാണി ആകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതം, ശ്രീരാമന്റെ കഥ അമൃതസാരം, ഇത് അമൃതാണ്. ഈ സാരം ആർക്ക് കൊടുത്തു? രുദ്രാണിക്ക്. ആര് കൊടുക്കുന്നു? പരമേശ്വരൻ. വിദ്രുമ തുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദ വിവശയ. അങ്ങനെ ഇത് കേട്ടപ്പോൾ ഗൗരി, അതായത് ഈ രുദ്രാണി, ഇതിനകത്ത് പല പേര് പറയുമ്പോൾ പല ആൾക്കാരാണെന്ന് ധരിക്കണ്ട. ഇവിടെ രുദ്രാണിയാണ് ഇപ്പോൾ ഗൗരി എന്ന് പറഞ്ഞത്. ഗൗരി എന്നും പാർവതി എന്നൊക്കെ ഉമയെന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഗൗരി അദ്രിസുത അദ്രിസുത വെച്ചാൽ പർവ്വതപുത്രിയാണ്. അതുകൊണ്ട് അദ്രിസുത, പർവ്വതത്തിൻ്റെ മകള്. ആനന്ദ വിവശ, ഇതെല്ലാം കേട്ടപ്പോൾ അവർക്ക് സന്തോഷം കൊണ്ട് വിവശ ആനന്ദമായി ഭഗവാന്റെ ഈ ഉപദേശങ്ങൾ, ശ്രീരാമന്റെ കഥകൾ കേട്ടപ്പോൾ. ആനന്ദ വിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്തു, അത് പരമേശ്വരൻ്റെ രുദ്രന്റെ പാദം നമസ്കരിച്ച് ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവും അരുളി ചെയ്തു. സമ്പൂർണ്ണ ഭക്തിയായിട്ടാണ്, അതിനകത്തൊരു കളങ്കം ഒരിച്ചിരി പോലും മാറ്റം, 100 ഭക്തി വർദ്ധിച്ചു പരമേശ്വരനോട്. ഇത് ഈ അമൃതാകുന്ന സാരം കൊടുത്തപ്പോൾ കേട്ടത് പോരാ എന്ന് പാർവതിദേവി രുദ്രനോട് പരമേശ്വരനോട് പറഞ്ഞിരുന്നു. നാരായണൻ നളിനായത ലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസനപ്രിയൻ. നളിനത്തിൽ ആസനപ്രിയ ഇരിക്കുന്നതാരാ? ബ്രഹ്മാവ്. ഇതൊക്കെ പ്രിയൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതെല്ലാം ഈ നളിനാസനനെയൊക്കെ എല്ലാവരെയും പ്രിയമാണ് നാരായണൻ. ഇപ്പം നാരായണനെ പറയുന്നതെല്ലാം. നാരദൻ സേവിക്കുന്നു, അതാരേ? നാരായണനെ. നാരീജന മനോമോഹനാരാ? മാധവൻ, കൃഷ്ണൻ. നാരായണൻ നളിനായത ലോചനാരാ? അതും കൃഷ്ണൻ. നളിനാസന പ്രിയനാരാ? അത് ബ്രഹ്മാവിൻ്റെ. അത് ഇങ്ങനെ എല്ലാം അങ്ങനെ പറയുന്നത് ഭഗവാൻ നാരായണനെ പറയും. എല്ലാവരും വന്ദിക്കുന്നവരാ, അപ്പം എല്ലാവരെയും അങ്ങനെ പറയും. അങ്ങനെയുള്ള നാരായണൻ നരകാരാതി നളിന ശരഗുരു നാഥൻ നരസഖൻ നാനാ ജഗന്മയൻ നാദ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളികരമ്യ വദനൻ നരകാരി നാളിക ബാന്ധവ വംശ സമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ. ഇത്രയും പറഞ്ഞത് എല്ലാം ശ്രീരാമനെ പ്രാർത്ഥിച്ചതാണ്. ഈ ഭഗവാന്റെ വർണ്ണനകളും കഥകളും അമൃതാകുന്ന സാരമെല്ലാം ദേവിക്ക് പറഞ്ഞുകൊണ്ടിട്ട് ഭഗവാൻ ഇങ്ങനെ രുദ്രൻ ഇങ്ങനെല്ലാം പുകഴ്ത്തുവാണ് ശ്രീരാമനെ. എന്നിട്ട് എന്ത് പറയുന്നത്? രാക്ഷസ വംശ വിനാശന കാരണൻ. ഇവിടെ എന്തിനാ വന്നത്? രാക്ഷസ വംശത്തെ വിനാശം എന്ന് വെച്ചാൽ നശിപ്പിക്കാൻ.
എന്തുകൊണ്ടാ? ഈ പാവപ്പെട്ട സാധു ജനങ്ങൾ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഈ ദുഷ്ടന്മാരെ നശിപ്പിക്കാനാണ് ഇവിടെ ശ്രീരാമൻ അവതരിച്ചത്. അതുകൊണ്ടാണ് രാക്ഷസ വംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ മുക്തിപ്രദൻ. ഭക്തജനോത്തമനാണ്, ഭക്തന്മാരെ അത്രമാത്രം ഇഷ്ടമുള്ളവനാണ്. ശക്തി വിമുക്തൻ. ശക്തി വിമുക്ത ശക്തിയിലോട്ട് ശക്തിയില്ല, ഭഗവാൻ ആരോടും ശക്തിയില്ല, സംഘമില്ല. എന്നാൽ എല്ലാവർക്കും ഭഗവാനോട് അങ്ങോട്ട് എല്ലാവർക്കും നമ്മുടെ ഭഗവാൻ നമ്മളെല്ലാം കെട്ടിപ്പിടിക്കും. പക്ഷേ ഭഗവാൻ ആരോടും ശക്തി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആരോടും ഒരു മമത ഇല്ലെന്നർത്ഥം. എൻ്റെ എന്നുള്ള മമത ഇല്ല, അതാണ് ശക്തൻ അല്ലെന്ന് പറയുന്നത്. ശക്തി വിമുക്തൻ വിമുക്ത ഹൃദയസ്ഥിതൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തി യുക്തൻ ശരണാഗത വത്സലൻ നക്തൻ ശരേശ്വരനായ ദശാസ്യന് മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തൻ ദിനം ജീവിതാവധി കേൾക്കലും തൃപ്തി വരാ മമ വേണ്ടിയില്ല മുക്തിയും. ഇതെല്ലാം കേട്ടവൾ കാരണം ഈ ദശാനന് പോലും മുക്തി കൊടുത്ത് വധിച്ചിട്ട് അങ്ങനെയുള്ളതാണ് നക്തഞ്ചരേശ്വരനായ ദശാസ്യന്. രാക്ഷസ രാജാവായ ദശാസ്യന് രാവണന് മുക്തി കൊടുത്തവൻ തൻ്റെ ആ മുക്തി വരെ കൊടുത്ത് ശ്രീരാമൻ. അപ്പോൾ ഭഗവാൻ അത്രമാത്രം എന്താ പറയുക, എല്ലാവരെയും ഈ ദുഷ്ടന്മാരെ പോലും ഭഗവാൻ വധിച്ചാലും അവരുടെ ദുഷ്ടതയാണ് വധിച്ചേക്കുന്നത്, അല്ല അദ്ദേഹത്തിനെ അല്ല. അതുകൊണ്ട് അവർക്കും മുക്തി കൊടുക്കുന്നു. അങ്ങനെ നക്തം ദിനം ജീവിതാവധി ഇങ്ങനെയെല്ലാം ദിനം ദിനം എത്രമാത്രം ഇത് കേട്ടാലും തൃപ്തി വരാ, എനിക്ക് തൃപ്തി വരുന്നില്ല, എനിക്ക് മുക്തി വേണ്ട. ആര് പറയുന്നു? പാർവതി, അതായത് രുദ്രാണി. എനിക്ക് വേണ്ടിയില്ല മുക്തി, എനിക്കിത് കേട്ടാ മതി, ഇനിയും കേൾക്കണം. ചില മക്കൾ പറയുമല്ലോ, ഇനിയും കേൾക്കണമേ, ഇനിയും കേൾക്കണമേ, മതി വരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ദേവി പറയുന്നു, പരമേശ്വരനോട് പറയുന്നു, ഇത് കേട്ടാ മതി, എനിക്ക് തൃപ്തി വരുന്നില്ല, എനിക്ക് മുക്തി ഒന്നും വേണ്ട, എനിക്ക് ഇതൊക്കെ കേട്ടാ മതി. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തിയാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുക എന്നരുളി ചെയ്തു. അങ്ങനെ ദേവിയോട് പറഞ്ഞു, കേട്ടുകൊള്ളുക, ഇനിയും പറഞ്ഞു തരാം. ഇനിയും ബാക്കി കഥകൾ പറഞ്ഞു കൊടുക്കുവാണ്. വിവാഹം കഴിഞ്ഞ് അയോധ്യയിൽ വന്ന് വരുന്നവരുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെയുള്ളത് ഇനി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ദേവിക്ക് കേട്ടത് പോരാത്തതുകൊണ്ട്. അതുകൊണ്ട് മക്കളെ, നിങ്ങളും ഉള്ള അറിവനുസരിച്ച് നിങ്ങളും കേൾക്കുക. സുന്ദരി കേട്ടുകൊള്ളുക, എൻ്റെ മക്കളെ കേട്ടുകൊള്ളുക. എങ്കില് ഒരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവത കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജ ലീല പൂണ്ട അന്തപുരത്തെങ്കിൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലതല ശ്യാമള വിഗ്രഹൻ നീലോൽപലതലോല വിലോചനൻ നീലോൽപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലഗണപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേൽ അനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ട് പത്നിയാൽ ബീജിതനായ അതികോമളൻ ബാലനിശാകര ബാലദേശേ ലസന്മാലയ പങ്കം അലങ്കരിച്ച് അങ്ങനെ ബാല അർക്ക സന്നിഭ കൗസുഭ കന്ധരൻ പ്രാലയ ഭാനു സമാനനായ സമം. എങ്ങനെ? പ്രാലയ ഭാനു, രാവിലത്തെ കുട്ടി സൂര്യന് നല്ല തിളക്കമുണ്ട്, അതിൽ സമാനനായ സമം. എങ്ങനെയാ? അതുപോലെ സമമായിട്ടിരിക്കുന്നു. പ്രാലയ ഭാനു സൂര്യൻ, അതിന് സമാനനായ സമം. രാവിലത്തെ സൂര്യനെ തുല്യമായിരിക്കുന്ന പരമാത്മാവായ ശ്രീരാമൻ. ബാല അർക്ക സന്നിഭ കൗസുഭ കന്ധരൻ, അതും കുട്ടി സൂര്യൻ, ബാല അർക്ക, അങ്ങനെയുള്ള കൗസുഭ കന്ധരൻ പ്രാലയ ഭാനു സമാനനായ സമം ലീലയ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഇരുന്നും കൊണ്ട് ഇത്രയെല്ലാം വർണ്ണിച്ചു. ശ്യാമള വിഗ്രഹനാണ്, നീല നിറത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഭഗവാൻ ശ്രീരാമൻ എങ്ങനെ ഇരിക്കുന്നു? ലീലയ താമ്പൂല സർവണാദേയിരതിവേലം എന്നുവെച്ചാൽ താമ്പൂലം എന്ന് വെച്ചാൽ ഈ മുറുക്കാണെന്നാ തോന്നുന്നു, വെറ്റ മുറുക്കുന്നത്, പാക്കം വെറ്റൊക്കെ കഴിക്കുമല്ലേ, അതുപോലെ. അങ്ങനെ ലീലയ താമ്പൂല സർവണാദേ അതിവേലം വിനോദിച്ചിരുന്നരുളുന്നേരം അങ്ങനെ സന്തോഷമായിട്ട് വിനോദിച്ച് സീതയും എല്ലാവരും ഉണ്ട്. അവരുടെ ഇങ്ങനെ സന്തോഷമായിട്ടിരുന്ന് മുറുക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ നന്നായിരിക്കുന്നത്. ആരോട് പറയുന്നു? ഗൗരിയോട് പരമേശ്വരൻ പറയുവാണ്. ഇങ്ങനെ ഇരുന്നപ്പോൾ എന്ത് വന്നു? നാരദ രാഘവ സംവാദമാണ്. അപ്പോഴാണ് നാരദൻ ഭഗവാന്റെ അടുക്കലേക്ക് വരുന്ന കാര്യം ഇനി പറയാൻ പോകുന്നത്. അതാണ് നാരദ രാഘവ സംവാദം. അതായത് നാരദ മഹാമുനിയും ശ്രീരാമനായിട്ടുള്ള സംവാദം, അങ്ങോട്ടുള്ള ചോദ്യോത്തരങ്ങൾ.
ആലോകനാർത്ഥം മഹാമുനി നാരദൻ, അതാ മഹാമുനി നാരദൻ കാണുവാൻ എവിടെ വന്നു? ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ. അങ്ങനെ നമ്മുടെ ഇവിടെ കാണാൻ വന്നു ശ്രീരാമന്. ഭൂലോകം ഒക്കെ അങ്ങനെ അലങ്കരിക്കുന്നേ, ഈ മഹാമുനി വന്ന ഈ ലോകം മൊത്തം അലങ്കരിക്കുക, അത്ര തേജസ്സാ, എല്ലായിടും അങ്ങ് അലങ്കാരമാകും. ഭൂലോകം അപ്പോൾ ഇങ്ങനെ നാരദൻ കാണുവാനായിട്ട് ഇവിടെ വന്ന് അവതരിച്ചപ്പോൾ ഈ നാരദൻ വരുന്ന സമയത്ത് എല്ലായിടവും പ്രകാശിക്കും. അത്രമാത്രം പ്രഭ, ശുദ്ധ സ്ഫടിക, അത്രമാത്രം ഹൃദയശുദ്ധിയുള്ള നാരദനാണ്. അതുകൊണ്ട് ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്ത ശരചന്ദ്ര തുല്യ തേജസ്സോടും, അത്രമാത്രം ചന്ദ്രന് നല്ല ചന്ദ്രശോഭയോടും ശുദ്ധ സ്ഫടിക സംഘ ശരീരനായി, ശുദ്ധ സ്ഫടിക ഗ്ലാസ്, ഒരു അഴുക്കുമില്ലാത്തൊരു ഗ്ലാസ്സിനകത്ത് നല്ല, നമുക്ക് ഇവിടെ ഇരുന്നിപ്പോൾ ജനലിൽ കൂടെ നോക്കിയാൽ ഇതേപോലെ കാണാം അപ്പുറം. അപ്പോൾ ആ ഗ്ലാസ്സിൽ അഴുക്കില്ലാത്തതുകൊണ്ടല്ലേ, അതുപോലാണ് ഈ നാരദ മഹാവിന്റെ ശരീരം. ശുദ്ധ സ്ഫടിക സംഘാ ശരീരനായി സത്വരം അമ്പലത്തിങ്കൽ നിന്ന് ആദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടാൻ, ആകാശത്ത് നിന്നുകൊണ്ട് അവരുടെ അടുക്കലേക്ക് അവതരിച്ചങ്ങ് വന്നു. ആരാ? നാരദ മഹാമുനി. ആരെ കാണാനാ? ശ്രീരാമനെ കാണാൻ. ഇത് രുദ്രാണിക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് ഭഗവാൻ നാരദ മഹാമുനി ഇങ്ങനെ പെട്ടെന്ന് അവതരിച്ചപ്പോൾ എന്താ ഇങ്ങനെ ഒരു സംഭ്രമം, നമുക്ക് അപ്പം വിചാരിച്ചിരിക്കാത്ത ഒരാൾ വരും, നമുക്ക് ഇതെന്താ എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ? അതുപോലെ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ട് എഴുന്നേറ്റു സാദരം. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ ശ്രീരാമൻ എഴുന്നേറ്റു. കൂടെ നാരീമണിയായ ജാനകി തന്നോടും, ജാനകിയും കൂടെ തന്നെ എഴുന്നേറ്റു, രണ്ടുപേരും എഴുന്നേറ്റു. പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. അങ്ങനെ നാരദന്റെ കാലിൽ വന്ന്, തറയിലാണല്ലോ കാലിരിക്കുന്ന, കാലിൽ ഇങ്ങനെ വന്ന് വീണ് നമസ്കരിച്ചു രണ്ടുപേരും. പാദ്യ ആസന ആശമനീയാർഘ്യ പൂർവകം, അതായത് പാദ്യ ആസന, ഇരിക്കാനും പാദ്യ വെച്ചാൽ പദത്തിലൊക്കെ വീണ് പാദം കൊണ്ടൊക്കെ പിന്നെ കഴുകി ശുദ്ധമാക്കുമല്ലോ, പാദതീർത്ഥം. അങ്ങനെ പാദ്യ ആസന ഇരിപ്പടം, ആശമനീയ അർഘ്യ പൂർവകം ആദ്യേന പൂജിതനായ ഒരു നാരദൻ. അങ്ങനെ നാരദനെ ഇതെല്ലാം കൊണ്ട് പൂജിച്ചവര്. പാദമൊക്കെ കഴുകി നന്നായിട്ട് ഇരുത്തി പൂജിച്ചു. തന്നിയുഗത്താലിരുന്നൊരു രാഘവൻ. അപ്പോൾ തന്നിയുഗത്താൽ നാരദ മഹാമുനിയെ ഇരുത്തിയപ്പോൾ നാരദ മഹാമുനിയുടെ നിയോഗത്തെ തന്നെ അവിടെ സീതയും ശ്രീരാമനൊക്കെ അവരും അവിടെ ഇരുന്നു മന്ദസ്മിതം പൂണ്ട് നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോട് അരുൾ ചെയ്തു. മുനിവരനോട് അപ്പോൾ ഈ ശ്രീരാമൻ പറയുന്നു, വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം. നാരദ മഹാമുനിയെ നന്നായി വന്ദിച്ചു പറയുന്നു, കരുണാനിധേ വന്ദിക്കുന്നു. നാനാ വിഷയസംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കേരുകം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. അത് ഞങ്ങളെപ്പോലുള്ള മാനവൻ എന്ന് വെച്ചാൽ ഇപ്പം ഭഗവാൻ ശ്രീരാമൻ ഇവിടെ മനുഷ്യനായിട്ട് വന്നപ്പോൾ ഇവിടെ മാനവനായി. ഇപ്പം മാനവനായ ഞങ്ങൾക്ക് എന്ന് ചിന്തിച്ചാൽ മുറിച്ച ജ്ഞാനിയാകും. അതായത് നാരദ മഹാമുനി ജ്ഞാനിയാണ്. ഇവിടെ ലോകം മൊത്തവും അദ്ദേഹത്തിൻ്റെ സർവ്വതും ഏകമായി കാണുന്ന ഒരു ജ്ഞാനിയാണ്. അവിടെ വേർകൃത്യമില്ല. എന്നാൽ ഇവിടെ ഇപ്പം ശ്രീരാമൻ എന്ത് വന്നു? ഒരു കുടുംബമായി, രാജ്യം നോക്കണം, പിതാവ്, മാതാവ്, കുട്ടികൾ, ഭാര്യ, കുട്ടികളായില്ല, ഭാര്യ, ഇങ്ങനെ അല്ലെങ്കിൽ സഹോദരങ്ങൾ, എല്ലാവരെയും നോക്കുമ്പോൾ അവിടെ ഒരു കുടുംബമായി മാറി. അപ്പോഴിവിടെ എന്താ പറയുന്നത്? നാരദ മഹാമുനിക്ക് ഇങ്ങനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറയുന്നു ജ്ഞാനിയാകും തവ പാദപങ്കേരുകം. ജ്ഞാനിയാകുന്ന നാരദ മഹാമുനിയുടെ പാദപങ്കേരുകം കാണുവാൻ ദുർലഭം. ഇവിടെ ചുരുക്കമാണ്, ഇങ്ങനെ വരാറില്ലല്ലോ. അതാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ വേറെയാണ്. ഇവിടെ ശ്രീരാമൻ ഇവിടെ എന്തായി വന്നു? മനുഷ്യനായി വന്നപ്പോൾ നമ്മെപ്പോലെ ഭഗവാൻ ഇവിടെ കുറേ എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലോ. ഭാര്യയെ നോക്കണം, ഇതൊക്കെ പരിപാലിക്കണം, ശത്രുക്കളെ നിഗ്രഹിക്കണം. കാരണം ജനങ്ങൾക്ക് വേണ്ടി ആണല്ലോ അവതരിച്ചത്. ഈ സാധുവായ ഭക്തന്മാരെ ദ്രോഹിക്കുന്ന ദുഷ്ടനായ രാവണന്മാരെയൊക്കെ നിഗ്രഹിക്കാൻ വന്നതുകൊണ്ട് ഭഗവാൻ ഇപ്പോൾ പല പല ജോലികളായിപ്പോയി. ഇവിടെ ജ്ഞാനിയായിട്ട് കുത്തി എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ? നാരദ മഹാമുനിക്ക് ഇങ്ങനെ സഞ്ചരിച്ചാൽ മതി, എല്ലായിടവും ഭഗവത് കീർത്തനം പാടി നടന്നാൽ മതി, എന്തൊരു ആനന്ദം. പക്ഷെ ഇവിടെ ശ്രീരാമൻ അങ്ങനെ അല്ലല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാനവന്മാർക്ക് കാണാൻ ദുർലഭമാണല്ലോ ഈ നാരദ മഹാമുനി.
എങ്കിലും പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ട് കാണുവാൻ അവകാശവും വന്നിതു. എന്തോ ഞാൻ പണ്ട് ചെയ്ത പുണ്യം കൊണ്ടാണ് ഇപ്പോഴെങ്കിലും നാരദമഹാമുനി എന്ന് കണ്ടത്. അല്ലെങ്കിൽ ഭൂമിയിലൊക്കെ അങ്ങനെ വരുമോ? നാരദമഹാമുനി ആകാശത്തിലൊക്കെ സഞ്ചരിക്കത്തല്ലേ ഉള്ളൂ. ഇപ്പം ശ്രീരാമൻ ഭൂമിയിൽ വന്നതുകൊണ്ടാണ് വന്നത്. അത് പണ്ട് ഞാൻ എന്തോ പുണ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും എനിക്ക് കാണാൻ പറ്റിയതെന്നാണ് ശ്രീരാമൻ പറയുന്നത്. ഇത് ആരോട് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം? പാർവതീദേവിക്ക് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. പുണ്ടരീകോത്ഭവപുത്ര മഹാമുനി, എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേ. പുണ്ടരീകോത്ഭവ പുത്ര വെച്ചാല് ബ്രഹ്മപുത്ര, ബ്രഹ്മാവിന്റെ പുത്രനാണ്. പുണ്ടരീകോത്ഭവൻ ആരാ? പുണ്ടരീകോത്ഭവൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. താമരയിൽ ജനിച്ചത് ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ പുത്ര അത് നാരദനാണ്. അപ്പോൾ അങ്ങനെയുള്ള പുത്ര മഹാമുനി, നാരദ മഹാമുനി, എന്നുടെ വംശവും, ശ്രീരാമൻ പറയുന്നു, ശ്രീരാമന്റെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേ. കാരണം അത്രമാത്രം എന്താ പറയാ, ജ്ഞാനിയായ ഒരു താപസനാണല്ലോ. ഇപ്പം ശ്രീരാമൻ അവിടെ അദ്ദേഹത്തിന് മുമ്പിൽ ചെറുതല്ല, വലുത് തന്നെ. പക്ഷേ അത് നാരദ മഹാമുനി വേണം തീരുമാനിക്കാൻ. ഇവിടെ ഇപ്പോൾ ഭഗവാൻ ഇവിടെ ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് നാരദ മഹാമുനിയെ അതിനേക്കാളും മെച്ചപ്പെടുത്തും. കാരണം അദ്ദേഹത്തിന് ഈ ലൗകികമായ ചിന്തയല്ല, ഇവിടെ ഇപ്പം മറ്റു ചിന്ത വന്നുപോയി ശ്രീരാമൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇനി എന്തു കാര്യമെന്നും എന്നോട് അരുൾ ചെയ്യുക വേണം ദയാ നിധേ. ഇനി എന്താ വേണ്ടത്? ഇത്രയൊക്കെ നടത്തിക്കൂട്ടി ഇവിടം വരെ എത്തി. നാരദ മഹാമുനി തന്നെയാണല്ലോ ഈ വസിഷ്ഠനോടും ജനക മഹാമുനിയുടെ ചെന്ന് പറഞ്ഞതുപോലെ സീത ജനിച്ചത് ശ്രീരാമന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് പണ്ടേ കൊടുത്തല്ലോ. അപ്പം നാരദ മഹാമുനി അന്ന് ഇവരെയൊക്കെ കണ്ടവരാണ്. ഇനി എന്താ വേണ്ടതെന്ന് അപ്പോൾ ശ്രീരാമൻ ചോദിക്കുന്നു. ഇനി എന്താണ് എന്നോട് അരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി, എന്ത് കാര്യം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? സന്തോഷം ഉൾക്കൊണ്ട് അരുൾ ചെയ്യുക വേണം. അത് എനിക്ക് സന്തോഷത്തോടെ എനിക്ക് പറഞ്ഞു തരൂ. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. ഭഗവാൻ തന്നെ പറയാം, ഞാൻ മന്ദനെന്നാകിന് ഒന്നും അറിയാത്തവനാണെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട, സന്ദേഹമൊന്നുമില്ല, സാധിക്കാം. യുദ്ധം ആകർണ്യ രഘുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. അങ്ങനെ നാരദ മഹാമുനി ഭക്തവത്സലനായ മനുവീരനെ, അതായത് മനു വെച്ചാൽ മനുഷ്യവീരൻ ആരായപ്പം ശ്രീരാമൻ, ഇപ്പം വീരനായി നിൽക്കുമല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് നോക്കി സരസമായി അരുൾ ചെയ്യുന്നു. ആരാ? നാരദ മഹാമുനി ശ്രീരാമനോട്. എന്തിനും എന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായ അതിന് ചാതുര്യമുള്ളൊരു വാക്കുകൾ, ഏറ്റവും ഈ ലോകകാര്യങ്ങളായിരിക്കും ചാതുര്യമുള്ള വാക്കുകൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? കാരണം ഭഗവാൻ പറയുന്നു, ഞാനിവിടെ ലോകകാര്യങ്ങളായിപ്പോയി, ജ്ഞാനിയല്ലാതായിപ്പോയി, ഇതൊക്കെ പറയുമ്പോൾ നാരദ മഹാമുനിക്കൊരു വിഷമം. എന്തിനാ ഇങ്ങനെ എന്നെ മോഹിപ്പിക്കുന്നത്? അതായത് ഇത് കേൾക്കുമ്പോൾ ലോകത്തിലേക്കുള്ള മോഹം വന്നു പോകുമല്ലോ, അതാ എന്നെ ഇങ്ങനെ വെറുതെ എന്തിനാ. പക്ഷെ അദ്ദേഹം എങ്ങും മോഹത്തില്ല, എങ്കിലും അദ്ദേഹം ഒരു തമാശക്ക് ഇങ്ങനെ പറയുക, ഈ സന്തതം എന്തിനാ എന്നെ ഇങ്ങനെ മോഹിപ്പിച്ചതിന് നീ എപ്പോഴും ലോകാനുകാരികളായതിന് ചാതുര്യമുള്ള വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിടുന്നത് ഇങ്ങനെ സന്തോഷമായിട്ടും മധുരമായിട്ടും എന്തിനാ ഇങ്ങനെ എന്നെ കേൾപ്പിക്കുന്നത്? മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും കൊണ്ട് എൻ്റെ മനസ്സിനെ മോഹം വർദ്ധിപ്പിക്കല്ലേ, വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ. ലൗകികമായ ഈ വാക്കുകൾ വേണ്ടാന്ന് വെച്ചാലും എന്ത് വരും? ഉത്തമന്മാർക്ക്, ലോകത്തിൽ ഉത്തമന്മാർക്ക്. ഇവിടെ ഇപ്പം ശ്രീരാമൻ ഉത്തമനാണ്, എന്നാൽ ഇവിടെ ലോകത്തിന് വേണ്ടി വന്നതുകൊണ്ട് ഇത് ആവശ്യമാണ് ഈ ലൗകികം. അതായത് ഇപ്പം ഭഗവാൻ ഇവിടെ അവതരിച്ചുകൊണ്ട് ഇവിടെ സീത ഭാര്യയായി, പിന്നെ മാതാവും പിതാവും സഹോദരങ്ങളും ഒക്കെ ആയി. അപ്പോൾ ഇവിടെ ലോകകാര്യം നോക്കണ്ടേ? അപ്പോൾ എന്ത് വന്നു? ഇവിടെ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ. ശ്രീരാമൻ ഇതെല്ലാം വേണ്ടി വന്നു. അതാണ് ഇവിടെ നാരദ മഹാമുനി വേണ്ടി വരുമല്ലോ. യോഗീശനായ നീ സംസാരി ഞാനെന്ന് യോഗേശ ചൊന്നത് സത്യമത്രേ ദൃഢം. അതുകൊണ്ട് യോഗേശനായ നീ സംസാരി ഞാനെന്ന് പറഞ്ഞത് യോഗേശ ചൊന്നത് സത്യമത്രേ. കാരണം ഇപ്പം സംസാരം വന്നെങ്കിൽ ഈ ലോകചിന്ത ഉണ്ടെങ്കിലേ ഒക്കൂ. സർവജഗത്തിനും കാരണഭൂതയായ സർവമാതാവായ മായ ഭഗവതി, സർവജഗൽ പിതാവാകിയ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നത് നിർണയം. ഈ ലോകപിതാവായ ഭഗവാൻ ലോകത്തിൻ്റെ ഗൃഹനാഥനാണ്. ഈ ലോകം ഒരു വീടും ആ വീട്ടിൻ്റെ
നാഥൻ നമ്മുടെ ഈ ഇപ്പോൾ നമുക്കെല്ലാം ഒരു ചെറിയ വീടും അതിലൊരു ഗൃഹനാഥനും ഗൃഹനാഥയും ഉണ്ട്. ലോകം മൊത്തവും ഭരിക്കുന്ന ഗൃഹനാഥനാണ് പരമാത്മാവായ ശ്രീരാമൻ. അപ്പോൾ ആരാണ് ലോകനാഥയായ ഗൃഹനാഥ? ദേവി സീത. അതാണ് ഇവിടെ പറയുന്നത്. സർവ്വജഗത്തിനും കാരണഭൂതയായി സർവ്വമാതാവായ മായ ഭഗവതി. സർവത്തിനും കാരണഭൂതമായിരിക്കുന്ന മാതാവാണ് ദേവി മായ ഭഗവതി. സർവജഗൽ പിതാവാകിയ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്ന നിർണയം. ആ ദേവി ശ്രീരാമൻ്റെ ഗൃഹിണി, അതായത് ഗൃഹനാഥ ആണ്. ഈ 7 ഉലകവും നിന്റെ ഗൃഹം. അപ്പോൾ ഈ 14 ലോകവും ഗൃഹം ആരുടെയാ? പരമാത്മാവായ ശ്രീരാമൻ അല്ലെ നാരായണൻ. ഇതെല്ലാം ഒന്നാണല്ലോ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ശ്രീരാമൻ, കൃഷ്ണന്റെ അവതാരത്തിൽ ഇവിടെ കൃഷ്ണൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ശ്രീരാമന്റെ ഗൃഹമാണ് ഏതാ? 7 അത് ത്രിലോകങ്ങളും ചേരും ഗൃഹനാഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മായയിൽ നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്ന് ജനിക്കുന്നു നാനാപ്രതകൾ. ഈ ലോകത്തിൻ്റെ ഈ നാനാ ത്രിലോകത്തിലും എന്താ? ഭഗവാന്റെ പരമാത്മാവായ ശ്രീരാമന്റെ സന്നിധി മാത്രം കൊണ്ട് മായയ, അവിടുത്തെ മായയ ദേവി മഹാമായ, അതായത് ശ്രീരാമന്റെ മഹാമായ ഭഗവാന്റെ സന്നിധി മാത്രം കൊണ്ട് ഈ ദേവി എല്ലാവരെയും ജനിക്കുന്നു നാനാ പ്രജകളും. ഈ ലോകത്തിലെ നമ്മൾ ഉൾപ്പെടെ ബ്രഹ്മാവിൻ്റെ താഴേക്ക് ഒരു പുൽക്കോട് എണ്ണത്തിൽ എല്ലാം അമ്മ ആരാ? മായ ഭഗവതിയാകുന്ന ദേവി പരാശക്തി. അത് തന്നെയാണ് ഈ പാർവതിയെന്നും ഈ രുദ്രാണിയെന്നോ അല്ലെങ്കിൽ ദുർഗ, മായ, സീത, എന്ത് ഭവാനി, മൂകാംബിക, ഇതൊക്കെ നമ്മൾ പറയുന്നതെല്ലാം ആരാ? ഒരേ ഒരു മഹാമായ ഭഗവതി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ലോകത്തിൻ്റെ മാതാവാണ്, ഈ പ്രജകൾക്കെല്ലാം അമ്മയാണ്. ഇത് വായിച്ച് പഠിച്ചിട്ടുകൊണ്ടാണ് അച്ഛനൊക്കെ ലോകമാതാവായ ദേവി എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സന്നിധി മാത്രേണ, അത് ഭഗവാന്റെ സന്നിധിയേ ഉള്ളു, സാന്നിധ്യമേ ഉള്ളു. പക്ഷേ ഇവിടെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതാരാ? മായ. ആ ഭഗവാൻ തന്നെ ഉള്ള ആ ദേവിയാകുന്ന മായയിൽ നിന്ന് ജനിക്കുന്ന നാനാ പ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തം ആയ ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നെ അപത്യം, അതായത് നിന്റെ മക്കളാണ്. അർണോജ സംഭവനാദി, അതായത് ബ്രഹ്മാവ് തൊട്ട് ആദി, അത് തൊട്ട് തൃണാന്തമാം, അതായത് പുൽക്കൊടി വരെ നമ്മളിവിടെ ഭൂമിയിൽ ബ്രഹ്മാവ് തൊട്ട് നമ്മൾ താഴേക്ക് ഈ ഭൂമിയിൽ ആരെല്ലാം ഒരു പുൽക്കൊടി വരെ ഉണ്ട്, അതെല്ലാം ഒന്നൊഴിയാതെ അചര ജന്തുക്കളൊക്കവേ നിന്നപത്യം, അതായത് ഈ പരമാത്മാവായ ശ്രീരാമൻ്റെയും സീതയുടെയും മക്കളാകുന്നു നിന്നപത്യം. പുനരാകയാലൊക്കം പറഞ്ഞത് സംസാരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞത് സംസാരിക്കുന്നത് ശരിയല്ലേ? ഭഗവാന്റെ മക്കളാണ് നമ്മളെല്ലാം. അപ്പോൾ അവിടെ ഭഗവാന്റെ സംസാരം, ഈ ലോക ചിന്ത വേണ്ടേ? നമ്മളെ സംരക്ഷിക്കുമ്പോൾ ഭഗവാന്റെ ചിന്ത എന്താണ്? ഈ ലോകത്തിൽ വേണ്ടേ? അപ്പോൾ നമ്മളെല്ലാം വളർത്തുന്നതും രക്ഷിക്കുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് നാരദൻ പറഞ്ഞ സത്യമല്ലേ? അതുകൊണ്ട് ഇവിടെ ഭഗവാന് സത്യമായ കാര്യമാണ്. അവർക്ക് നമ്മളെപ്പറ്റി ചിന്തിച്ചേ പറ്റൂ, ഈ ലോക ചിന്ത ഉണ്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഇതെല്ലാം നിന്നെ അപത്യം, നിന്റെ മക്കളാകയാൽ ഒക്കും പറഞ്ഞ് സംസാരി എന്നത് ശരിയാണ്. ഇക്കണ്ട ലോക ബന്ധുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായത് നീയല്ലോ. ഈ കണ്ട ലോക ബന്ധുക്കൾക്ക്, ഈ സർവ്വജനങ്ങൾക്കും ബന്ധുക്കൾക്കെല്ലാം എന്താ? മുഖ്യനാകുന്ന പിതാവ് നീയല്ലോ. ശുക്ലരക്തദാസിത വർണ്ണഭേദം പൂണ്ട് സത്വരജസ്തമോ നാമ ഗുണത്രയുക്തയായിടിന് വിഷ്ണു മഹാമായ. ഈ ലോകത്തില് പ്രപഞ്ചത്തിൽ എന്താണ് ഇതിന് വ്യത്യാസം? ഈ സത്വങ്ങൾക്കെല്ലാം ത്രിഗുണങ്ങളുണ്ട്. ഈ ത്രിഗുണങ്ങളോട് എല്ലാവരും സൃഷ്ടിക്കുന്ന ആരാ? ദേവിയാണ് താനും. അതുമായിട്ട് യാതൊരു ബന്ധവും ഭഗവാനില്ല. ഭഗവാൻ ഗുണങ്ങളില്ലാത്തവനാ. അതുകൊണ്ട് ഇവിടെ സത്വരജസ് തമോ നാമഗുണത്ര സാത്വിക രാജസ താമസ ഗുണങ്ങളെല്ലാം യുക്തയായിരുന്ന മഹാവിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നു. അതാണ് ഈ ഭഗവാന്റെ തന്നെ മഹാമായായിരിക്കുന്ന ശക്തി സ്വരൂപിണിയായ ശക്തിയല്ലോ തവ, അതായത് തവ ശ്രീരാമൻ്റെ തവ, അതാണ് ഈ ശക്തിയാകുന്ന മഹാമായ. എല്ലാം ഇത് ശക്തി സ്വരൂപിണിയാണ്, പരാശക്തിയാണ്. ഇതെല്ലാം തവ, അതായത് ശ്രീരാമൻ്റെ പത്നിയാകുന്നു. അപ്പോൾ നമ്മൾക്കെല്ലാം അമ്മയാകുന്നു. പരമാത്മാവായ ശ്രീരാമൻ്റെ പത്നിയാകുന്നു. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ. ഈ സത്വങ്ങൾ ഇതെല്ലാം നമ്മളെല്ലാം സത്വങ്ങളാണ്. ഇതിനെല്ലാം എല്ലാ പക്ഷിമൃഗാദികളും സസ്യങ്ങളും മനുഷ്യരും മൊത്തവും അചരങ്ങളും പുൽക്കൊടി എല്ലാം തന്നെ ജനിപ്പിക്കുന്ന ആരാ? അവളാണ്. ആരാ? സീത. സീത എന്ന് വെച്ചാൽ ആരാണ്? പരാശക്തി. സത്യം ത്വയോക്തം, അതിനില്ല സംശയം, ഇതിനൊരു സംശയവും ഇല്ല, സത്യമായ കാര്യമാണ്. പുത്രമിത് ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ മതി പഠിക്കാൻ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വേറൊന്നും എങ്ങും കിട്ടേണ്ട കാര്യമില്ല. ഇതെല്ലാം ഇതിലുണ്ട്. ഇത് പറഞ്ഞു തരുന്നതും ശരിക്കും ഞാൻ പറഞ്ഞു തരുവാണ്. ഇത് ഞാൻ അനുഭവസ്ഥയായിട്ട് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഇത് പറയാൻ മറ്റൊരാൾക്ക് പറ്റത്തില്ല.
പുത്രമിത്ര അർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. പുത്രം, മക്കളും, മിത്രം, സഹോദരങ്ങളും, അർത്ഥം, ധനങ്ങളും, കളത്രം, ഭാര്യ, ഭർത്താക്ക വസ്തുക്കൾ, ഇങ്ങനെയുള്ള വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ഇങ്ങനെയുള്ളതിൽ സക്തനാണ്. അങ്ങനെയുള്ള സക്തൻ വന്നെങ്കിൽ മാത്രമല്ലേ അവരെ രക്ഷിക്കാൻ പറ്റൂ. മമത അല്പം ഇല്ലാതെ ഇവരെയൊക്കെ എൻ്റെ ഭക്തൻ എൻ്റെ അടുത്തുണ്ടെന്ന് ഒരു സക്ത ഉണ്ടായിട്ടല്ലേ. അപ്പൊ ഇപ്പൊ തന്നെ രാവണനെ വധിക്കാൻ എന്താ വന്നത്? സക്തനായതുകൊണ്ടാ. ആരോട് സക്തൻ? രാവണനോടല്ല, ഭക്തരായ സാധു മക്കൾക്ക് വേണ്ടി ഭഗവാൻ സക്തനായതുകൊണ്ട് തന്നെയാ. ഭഗവാന് ഉണ്ട് സക്തന്. നമ്മളുള്ള ചിന്തയുണ്ട്. ഒരു ഭക്തനെ അങ്ങനെ കാണും ഭഗവാൻ. ആ ഒരു വിഷമം ഭഗവാന്റെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെയാണ് ഭൂമിദേവി ചെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ആ ഭൂമിദേവിക്ക് വേണ്ടിയാണ് ഇവിടെ രാവണനെ വധിക്കാൻ വന്നത്, അല്ലെങ്കിൽ കംസനെ കൃഷ്ണനെ വധിക്കാൻ വന്നത്. ഇതെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മളോട് കടപ്പാടുണ്ടായിട്ട് തന്നെ നമ്മുടെ മക്കളായതുകൊണ്ട് തന്നെയാ. അതുകൊണ്ട് ഭഗവാൻ സക്തനല്ലെന്ന് പറയാനും പറ്റത്തില്ല. എന്നാ സക്തനാണോ അല്ലതാനും. അതുകൊണ്ട് ഭൂമിയിൽ അവതരിക്കുമ്പോൾ അതുണ്ട്. കാരണം മനുഷ്യൻ അവതരിച്ചിരിക്കുന്നില്ലേ, മനുഷ്യാവതാരമല്ലേ. അതുകൊണ്ട് സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിന്, അതായത് ഈ ലോകത്രയം ത്രിലോകങ്ങളുടെയും മഹാഗേഹം. അപ്പൊ ഇതിൻ്റെ എല്ലാം ഗേഹം വലിയ വീടാണ്, നമ്മളെല്ലാവരും വസിക്കേണ്ടത് ഇതിനകത്ത്. അങ്ങനെയുള്ള ഗേഹത്തിന് ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നു. ഈ ത്രിലോകങ്ങൾക്കെല്ലാം ഏകനായ ഗൃഹസ്ഥൻ ആരാ? ശ്രീരാമനാണെന്ന് ഇതെല്ലാം നാരദ മഹാമുനി ഇങ്ങനെ ശ്രീരാമനോട് പറയുന്ന ഈ കാര്യങ്ങൾ പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുക. ഇതെല്ലാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് പോലെ അല്ല, ഒത്തിരി കൂടുതലായിട്ട് ഭഗവാൻ അറിയാലോ, എനിക്ക് അങ്ങനെ അറിവില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഒന്നുകൂടെ ഭഗവാനാകുമ്പോൾ അത്രത്തോളമുള്ള രുചി അതിനുണ്ടാകും. എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് ആ രുചി ഒന്ന് കുറയും, ഇത്രയേ ഉള്ളൂ. അങ്ങനെ നാരായണൻ നീ. അപ്പോൾ ഇതിന് എന്താ പറയാ, ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും സ്ത്രീലിംഗങ്ങളും പുരുഷലിംഗങ്ങളുണ്ട്. ഇതെല്ലാം പുരുഷലിംഗം നീ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ, സ്ത്രീലിംഗം നീ എന്ന് പറഞ്ഞാൽ സീത. അതാണ് ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നത്. അത് നമുക്ക് ഇനി എടുത്ത് പറയണമെന്നില്ല. അപ്പോൾ ലോകത്രയ മഹാഗേഹത്തിന് ഇങ്ങനെയുള്ള വലിയ വീട്ടിൻ്റെ ഭവാൻ ആരാ? ശ്രീരാമൻ ഏകനായി ഒരുത്തനേ ഉള്ളു ഗൃഹനാഥനായിട്ട്. നാരായണൻ നീ രമാദേവി ജാനകി. അപ്പോൾ നാരായണൻ, വൈകുണ്ഠത്തിലെ നാരായണൻ ആരാ? ശ്രീരാമൻ. നീ എന്ന് പറഞ്ഞ ശ്രീരാമൻ. അപ്പോൾ രമാദേവി, നാരായണന്റെ ഭാര്യയായ ഭഗവതി രമാദേവി ആരാ? ജാനകി. അപ്പോൾ മനസ്സിലാക്കണം, ജാനകി എന്ന് പറയുന്നത് ആരാ? നമ്മളൊക്കെയാണ്. ഇങ്ങനെ ഇതെല്ലാം ആരാ? എല്ലാം ദേവി തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു അല്പബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. എല്ലാം ഞാൻ പറയണമെന്നില്ല. അപ്പം നാരായണൻ നീ, അത് ശ്രീരാമൻ. രമാദേവി ജാനകി. മാരാരിയും നീ, ഉമാദേവി ജാനകി. മാരാരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, മാരാരി എന്ന് പറഞ്ഞ ശിവൻ. അത് ശിവൻ നീ ആണെങ്കിൽ, അത് പരമേശ്വരൻ നാരായണനായ ഈ ശ്രീരാമനാണെങ്കിൽ, ഉമാദേവി പാർവതി ആരാ? ജാനകി, സീതാദേവി. അത്രയേ ഉള്ളൂ. ഇതൊരു കണക്ക് കൂട്ടി പഠിക്കുന്നത് പോലെയേ ഉള്ളൂ. ഇതെല്ലാം നന്നായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഇത് സ്വന്തമായി പഠിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇത് എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. പക്ഷെ എന്താ, ഞാനിത് നമ്മൾ മനസ്സിലാക്കുന്നത് അത്ര ഈ മനസ്സിലാക്കണമല്ല. സാരസ സംഭവനായതും നീ തവ പാരതി ദേവിയാകുന്നത് ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി. അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പ്രഭ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ? നമ്മൾ ഒരുപാട് ഭാഗത്തിൽ വായിച്ചിട്ടുണ്ട്. ഭഗവാന്റെ പ്രഭ കിരണം. ആ കിരണം ഇവിടം വരെ എത്തുന്നത് എന്താ? അതിൻ്റെ പ്രഭയാണ്. അപ്പോൾ സൂര്യൻ അവിടെ എവിടെയോ ഒരു സ്ഥലത്തുണ്ട്. പക്ഷേ നമുക്ക് ഇവിടം വരെ എത്തുന്ന ആരാ? പ്രഭ ദേവി. അത് ദേവിയാണ്. അതിൻ്റെ പ്രഭ, ആ ശോഭ ഇവിടം വരെ എത്തിയിട്ട് നമുക്ക് വെട്ടം കിട്ടുന്നത് അത് ദേവിയാണെന്നാണ്. അപ്പോൾ ആദിത്യൻ അർക്കൻ സൂര്യൻ ശ്രീരാമനാണെങ്കിൽ സീത ആരാ? പ്രഭ. ആ അർക്കനായിരിക്കുന്ന സൂര്യഭഗവാന്റെ പ്രഭ ആരാണ്? സീത, ജാനകി. ശീതകിരണം നീ രോഹിണി ജാനകി. ശീതകിരണം രാത്രി ചന്ദ്രനാണല്ലോ ശീതം. അതിൻ്റെ കിരണം എന്താ? രോഹിണി നക്ഷത്രമല്ലേ. അപ്പം നക്ഷത്രം ജാനകി എന്നായിരിക്കും. അത് ഈ രോഹിണി എന്ന് വെച്ചാൽ അതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ആദിതേയാധിപൻ നീ ശശി ജാനകി. ജാതവേദസു നീ സ്വാഹ മഹീസുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. ഈ അർക്കജൻ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? ശനിദേവൻ. ദണ്ഡനീതി. അപ്പോൾ അർക്കജൻ എന്തിനാ നമ്മളെയൊക്കെ ഇങ്ങനെ കൂടെ 2.5 വർഷം വന്ന് നിൽക്കുന്നത്? ചിലപ്പോൾ 7.5 വർഷം, 7ാം ശനി, കണ്ടകശനി, ഇതൊക്കെ അർക്കജനാണ്. അർക്കൻ്റെ പുത്രനാണ്, സൂര്യൻ്റെ പുത്രനാണ് അർക്കജൻ എന്ന്. ഈ ജൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ മകൻ, അത് ശനിദേവൻ. ഈ ശനിദേവനെ പ്രീതിപ്പെടുത്താനാണ് നമ്മൾ ശനിക്ഷേത്രത്തിലൊക്കെ, അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ, ശാസ്താ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ അതിലെ നീതി, ദണ്ഡന നീതി വരുത്തുന്ന ആരാ? ദേവി. അതാണ് അർക്കജൻ നീ എങ്കിൽ, അത് ശ്രീരാമനാണെങ്കിൽ
ആ ദണ്ഡനീതി ജാനകിയാണ്. അപ്പം നമ്മൾ ദേവിയെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിന് നീതി കിട്ടും, ദണ്ഡനം ഒന്ന് ഒഴിച്ചു വരും. കാരണം ഈ അക്കതിന് എന്തിനാ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത്? നമ്മുടെ ദോഷസമയത്തിനല്ലേ ശനി നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ അതിനെ നീതീകരിക്കുന്ന ആരാ? അതിനെ ഇല്ലാതാക്കുന്ന ആരെയാ? ജാനകി. നമ്മൾ എന്താ ഇല്ലാതാക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ അവിടെ തടസ്സപ്പെട്ട് അതിനെ മാറ്റി നിർത്തുന്നത് ഈ ജാനകിയാണ്. ഉപദ്രവിക്കാൻ വരുന്നത് ശ്രീരാമനായ ശനിദേവനാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി, പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവി ജാനകി, ശത്രുദൂതൻ നീ സദാഗതി ജാനകി, രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത, രാജരാജൻ നീ വസുന്ധര ജാനകി, രാജപ്രവരകുമാര രഘുപതേ, രാജീവലോചന രാമാദയാനിധേ, രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. അപ്പോൾ ശിവൻ ഭവാൻ ആണെങ്കിൽ രുദ്രാണിയാണ് ജാനകി. സുദ്രുമം നീ ലതാരൂപിണി ജാനകി, വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു, സത്യപരാക്രമ സൽഗുണവാരിധേ, യാതൊന്നു പുല്ലിംഗവാചകം. ഏത് അതായത് പുരുഷൻ പുല്ലിംഗം ആണെങ്കിലും വേദാന്ത വേദ്യ സൽ സർവം ഏവ നീ. ഈ പുല്ലിംഗമായിട്ടുള്ള മൃഗത്തിലും പക്ഷിയിലും സസ്യങ്ങളിലും മനുഷ്യനിലും എല്ലാം ഒരു പുരുഷൻ്റെ അത് പുരുഷനാണോ? ഒരു കാക്കയിലും പൂച്ചയിലും നായയിലും ആനയിലും എല്ലാം അത് പുരുഷനാണോ? അതാരാ? നീയാണ്, പരമാത്മാവാണ്, ശ്രീരാമനാണ്. അതാണ് യാതൊന്നു പുല്ലിംഗ വാചകം വേദാന്തവേദ്യ തൽ സർവമേവ. നീ എല്ലാം പരമാത്മാവായ നീ ശ്രീരാമനാണ്. ഇത് നാരദ മഹാമുനി ഭഗവാനോട് പറയുന്നു. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം. ഇതിൻ്റെ ഈ മനസ്സിൽ ചേതോ വിമോഹന ഈ സ്ത്രീലിംഗവാചകം എല്ലാം ആരാ? യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും. അപ്പോൾ അതിൽ ഏതെല്ലാം അമ്പലങ്ങളിൽ ദേവിക്ക് പാദം കഴുകലുണ്ട്, ഈ ദേവിയായിട്ട് കാണുന്നു. ഇന്നുള്ള പുരുഷന്മാർ പല വീടുകളിലും സ്ത്രീകളെ ചവിട്ടി തേക്കുന്നു അതിന് പകരം. എന്നാൽ അറിവുള്ള ജ്ഞാനികൾ പാദം കഴുകിച്ച് സ്ത്രീകളുടെ എല്ലാം അങ്ങനെ ചെയ്യുന്നു. എന്താ? എല്ലാ സ്ത്രീലിംഗത്തിലും ഒരു പൂച്ചയിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ഗർഭിണി പൂച്ചയോ കണ്ട അയ്യോ അത് ദേവി അമ്മയാണ്, പരാശക്തി. എന്തൊതിലാ ഇല്ലാത്തത്? ദേവിയുടെ അംശമല്ലേ ഇതെല്ലാം, പിന്നെ ഏതിലാ ഇല്ലാത്തത്? അതുകൊണ്ട് യാതൊന്നൊക്കവേ ജാനകീ ദേവിയാണ് സ്ത്രീലിംഗങ്ങൾ. അതാണ് ചേതോ വിമോഹന സ്ത്രീലിംഗ വാചകം. മറ്റ് പുല്ലിംഗ വാചകം എല്ലാം ശ്രീരാമൻ. സ്ത്രീലിംഗ പെണ്ണിൻ്റെ, മറ്റത് പുരുഷൻ്റെ. ഇതെല്ലാം ജാനകി ദേവിയാണ്. നിങ്ങൾ ഇരുവരും എന്നിയേ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ല. നിങ്ങൾ ഇരുവരും അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊന്നും തന്നെ ഇല്ല. അപ്പോൾ മനസ്സിലാക്കണം, ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നത് പരമാത്മാവായ ശ്രീരാമനും അമ്മയായ പരാശക്തി സീതയുമാണെന്ന്. അതിനാണ് നമ്മൾ ഇങ്ങനെ ഓരോ അവതാരങ്ങളും ഇത് തന്നെയാണ്. അത് തന്നെ നമ്മൾ എല്ലാ പുരുഷനും എല്ലാ സ്ത്രീയും. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞ് അറിഞ്ഞ് എങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതേ. ഇങ്ങനെയുള്ള പരമാത്മാവായ ശ്രീരാമനെ എങ്ങനെ തിരഞ്ഞറിഞ്ഞ് എങ്ങനെ ഞാൻ സേവിച്ചു കൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂന അവ്യാകൃതമായതും, പിന്നെ അതിങ്കിൽ നിന്നുണ്ടായി മഹത്തത്വം എന്നത് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും, സർവാത്മകമായ ലിംഗം അതിങ്കിൽ നിന്ന് ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാരബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായ ഒന്നല്ലോ. തൊണ്ടയ്ക്കൊട്ടും വയ്യ ഇങ്ങനെ സംസാരിക്കുക. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട്, നിർമ്മലന്മാർ ജീവനെന്ന് ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാ ചിത്തിനുള്ളൊരു ഉപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായത് അന്യൂനാം പരൻ യുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നതോ ലോകങ്ങൾ, നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതും ഒക്കവേ നിൻ കളിയാകുന്നതൊക്കെ ഓർക്കും വിധോ. കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നമുക്ക് ജീവൻ എന്താ ഭയം ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഒരു ഉദാഹരണമാണ് രജ്ജു, കയറാണ്. ഒരു കയറിനെ കണ്ടിട്ട് നമ്മൾ സർപ്പം ഒന്ന് കരുതിയാൽ എന്തോരം ഭയം ഉണ്ടാകും. കയറിനെ നോക്കിയിട്ട് നമ്മൾ എന്താ പറയുന്നത്? അത് പാമ്പാണെന്ന്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയാണ് നമുക്ക് ഭയം ഉണ്ടാക്കുന്നത്. അങ്ങനെ തോന്നിക്കുന്നു, കയറിനെ പാമ്പെന്ന് തോന്നി. അതുപോലെ അതെന്താ തന്നിരിക്കുന്നത്? അതുപോലെയാണ് നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ
തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ. അപ്പോൾ എന്ത് വരും? യഥാർത്ഥത്തിൽ അത് കയറാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ദുഃഖമുണ്ടോ? ഒരു കയറിനെ കണ്ട് പാമ്പാന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, അയ്യോ പാമ്പ്, പെട്ടെന്ന് ഭയന്നു. എന്നാൽ അത് കയറാണോ? ഭയമുണ്ടോ? നേരെ വിപരീത, ഭയമില്ല. അതുപോലെയാണ് പരമാത്മാവ് എങ്ങും ഇരിക്കുമല്ല, ദൂരെങ്ങും ഇരുന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം നമ്മൾ തന്നെയാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഭയം എങ്ങനെ ഉണ്ടാവും? നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ, നമ്മളെല്ലാവരിലും അതാണ് എന്നറിയുമ്പോൾ, ഞാൻ അതാകുന്നു, പരമാത്മാവ് ഞാൻ തന്നെയാകുന്നു, എന്നിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ തന്നെ അറിയുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകത്തില്ല. ഇവിടെ മരണം വന്നാലും ഭയം ഉണ്ടാകത്തില്ല. കാരണം നമ്മളിൽ ആരാ? പരമാത്മാവല്ലേ, പിന്നെ എന്തിനാ ഭയക്കേണ്ടേ? നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭയ മൃത്യു ദുഃഖാതി, ദുഃഖവും ഭയവും ഒക്കെ അങ്ങ് മാറും. ഈ ഭയമാണ് കൂടുതലും നമ്മളെ അലട്ടുന്നത്. നമുക്കൊരു ചെറിയ രോഗം ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഭയം കൊണ്ട് അത് വലിയൊരു രോഗമായി പോകും. രോഗം ശരീരത്തിന് ഉണ്ട്. അത് എല്ലാ മനുഷ്യർക്കും മിക്കവാറും മരണം വരെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ചിലർക്ക് കഴിഞ്ഞ ജന്മങ്ങളുടെ സുഹൃതം കൊണ്ട് ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും. എന്നാലും ഒരു ജീവൻ പോകാൻ ഒരു എന്തെങ്കിലും അസുഖം, അതിന് അറ്റാക്കായിട്ടെങ്കിലും വരും. ഒരു അസുഖം ഇല്ലാത്തവർ അറ്റാക്ക് എന്താ ആ സമയത്തിന് പോകണ്ടേ അതിന്? അപ്പോൾ അല്ലെങ്കിൽ തന്നെ തോന്നും സ്വയം മരിക്കാൻ തോന്നും, എന്തെങ്കിലും സംഭവിച്ചിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ ഭയങ്ങളെല്ലാം തീരും, മൃത്യു ദുഃഖാദികളൊക്കെ തീരും. പരമാത്മാവാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി എന്നിലുണ്ട്. അത് ഞാനെന്ന ഈ ശരീരമല്ല, എന്നിൽ ഒരു ഈശ്വരൻ നമ്മളുടെ ഉള്ളിലുണ്ട്. അതാണ് ഞാനെന്ന് പറയുന്ന ആള് പരമാത്മാവാകുന്നു. ദേഹം എന്ന് പറയുന്നത് ഞാനല്ല എന്ന് നമ്മൾ എപ്പോൾ ചിന്തിക്കുന്നു. അപ്പോൾ ദേഹത്തിന് നമുക്ക് മൈൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ദേഹത്തിനെ ഒരുക്കണമെന്നോ സുന്ദരിക്കണമെന്നോ പിന്നെ മുടി ഡൈ ചെയ്യണമെന്നോ മുഖം ഒരുക്കണമെന്നോ എന്തിനും നമുക്ക് തോന്നത്തില്ല. കാരണം നമ്മളുടെ ദേഹം എന്തോ ഒന്നുമല്ല, വെറും വൃത്തിയായിട്ട് നാർന്ന തോൽപാത്രം. അതിനെ ആരെങ്കിലും അശുദ്ധമായി നടന്നാൽ മതി, വൃത്തിയായി നടന്നാൽ മതി. അതിനെ ഒരുക്കേണ്ട ഒരു കാര്യം, വിശപ്പ് നമ്മൾ ആഹാരം കഴിക്കണം, അത്രയേ ഉള്ളൂ. വസ്ത്രങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ത്വൽക്കഥ നാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമിൽ ഉണ്ടായവരും ക്രമാൽ ഭക്തിയും. അപ്പോൾ നമ്മൾ തന്നിൽ പരമാത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഭയം തീരും. എങ്ങനെയാ? ഉൾക്കാമ്പിൽ ഉണ്ടായവരും ക്രമാൽ ഭക്തി വേണം. ത്വൽക്കഥ നാമ ശ്രവണാദി, ഭഗവാന്റെ കഥകൾ നാമങ്ങൾ ചൊല്ലുകയും ശ്രവണം കേൾക്കുകയും ത്വൽക്കഥ നാമ ശ്രവണാദി കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരും ക്രമാൽ ഭക്തി വരും. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമൽ ഉദിച്ചിടും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാനുള്ള ഭക്തി മുഴുക്കുമ്പോൾ എന്തുവരും? ബോധം മനക്കാമൽ ഉദിക്കും. അപ്പോഴിതൊക്കെ മനസ്സിലാവും. അതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. നമുക്ക് മനസ്സിലാക്കാൻ ഒരു ആർത്തി ഉള്ളതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. ഇതൊന്നും അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ? ഭക്തി കുറയുന്നുണ്ട്. ഈശ്വരനുള്ള ഭക്തി അങ്ങ് മുഴുത്ത് വരുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തനിയേ മനസ്സിലാവും. ഭക്തി മുഴുത്ത് തത്വജ്ഞാനം ഉണ്ടായാൽ മുക്തിയും വന്നിടുമില്ല ഒരു സംശയം. തോന്നിയുണ്ടോ? ഇതൊക്കെ വായിക്കുന്ന സമയം തൊണ്ട വയ്യ. ത്വൽഭക്ത ഭൃത്യന്മാർ ലേഖനേ എന്ന അല്പജ്ഞനാം എന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കേണമേ. നാരദൻ പറയുവാണ്, എന്നെ മോഹിപ്പിക്കല്ലേ. ത്വന്നാഭി പങ്കജത്തിങ്കൽ നിന്ന് ഏകതാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ. എൻ്റെ പിതാവ് എവിടെ നിന്നുണ്ടായി? ഭഗവാന്റെ ശ്രീരാമൻ്റെ നാഭി പങ്കജത്തിൽ നിന്നുണ്ടായി. ഏകതാ മുന്നമുണ്ടായി. അന്ന് മുന്നമുണ്ടായപ്പം ഈ ശ്രീരാമനല്ലായിരുന്നു, നാരായണനായിരുന്നതേ ഉള്ളത്. മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത, എൻ്റെ പിതാവാകുന്നു. നിന്നുടെ പൗത്രനായ ഭക്തനായ മേവിനോർ എന്നെയും അനുഗ്രഹിക്കണം. വിശേഷിച്ചും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. അങ്ങനെ ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി കണ്ണുനീരോട് വീണാധരൻ അത്രമാത്രം ശ്രീരാമനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം തന്നെത്താനെ ആനന്ദ കണ്ണുനീരൊക്കെ എന്നെ പൊഴിച്ച് പിന്നെയും പറയുന്നു. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ. ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്തിലാണ്, ബ്രഹ്മാവിൻ്റെ നിയോഗത്തിലാണ്. അത് പിതാവ്, നാരദൻ്റെ പിതാവാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാ വന്നെന്ന് ശ്രീരാമൻ ചോദിച്ചല്ലോ, എന്തിനാ വന്നെന്ന് പറയുക. രാവണനെ കൊന്ന് ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തത് കാരണം മത്തനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതേ നിശ്ചയമെങ്കിലും. മഴ ഇപ്പോൾ കേൾക്കാൻ പാടായിരിക്കും. അങ്ങനെ മത്തനെ വന്ന് എന്തിനാ? രാവണനെ കൊല്ലാനാണ്. പൂജ്യനായൊരു ഭവാന് ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരുമ്പിട്ടിരിക്കുന്നതു നീയും അതിന് അനുകൂലമായി വന്നിടും. അപ്പോൾ എന്താ പറയുന്നത്? കേൾക്കുന്നുണ്ടോ?
അപ്പോൾ രാവണനെ കൊല്ലാനായിട്ടാണ് ശ്രീരാമന് ഇവിടെ അവതാരം വന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കേൾക്കുന്നു ദശരഥ മഹാമുനി, ദശരഥ രാജാവ് ഈ കുട്ടിയെ, ഈ ശ്രീരാമനെ രാജ്യാഭിഷേകം ചെയ്യണമെന്ന്. അത് അവിടെ എത്തി, ബ്രഹ്മലോകത്തെത്തി. ഇവിടെ വന്നത് എന്തിനാ? രാജ്യം ഭരിക്കാനാണോ? ഈ രാവണനെ നിഗ്രഹിക്കാനല്ലേ വന്നത്? ഇത് ദേവന്മാരുടെയും ഭൂമിദേവരുടെയും എല്ലാം പ്രാർത്ഥനയും കരച്ചിലും കൊണ്ടല്ലേ ഭഗവാൻ നാരായണൻ കഷ്ടപ്പെട്ട് ഇവിടെ അവതരിച്ചത്. അപ്പോൾ ഇവിടെ കേൾക്കുന്നു ദശരഥ മഹാരാജൻ്റെ ആദ്യത്തെ പുത്രനല്ലേ അദ്ദേഹം. ഇവിടെ രാജ്യം പരിപാലിക്കാനായിട്ട് ഇദ്ദേഹത്തിനെ അഭിഷേകം ചെയ്യുന്നോ കേട്ടു. അങ്ങനെ നാരദ മഹാമുനിയെ ബ്രഹ്മാവ് പറഞ്ഞു വിട്ടേക്കോ ഇത് ശ്രീരാമൻ്റെ പറയാൻ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ വന്നത് എന്തിനാ? ഈ സീതയെയും, സീത ആരാ? ദേവിയാ. ഈ ദേവിക്ക് അറിയുന്നൂടെ വന്നണക്ക് പോകാൻ? എങ്ങനെ വന്നു? ആരും കൊണ്ട് വെച്ചതാണോ? അപ്പോൾ അതുപോലെ പോകാൻ സീതയ്ക്കറിയാം. അന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്നത് എന്തിനാ? ആ കാര്യം നിർവഹിക്കാനാ. അപ്പോഴത് എന്ത് വന്നു? രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറൊന്ന് ഒരുമ്പെട്ടിരിക്കുന്നത് നീയും അതിനനുകൂലമായി വന്നിരിക്കും. കാരണം അവിടെ മനുഷ്യജന്മം എടുത്തുകൊണ്ട് അനുകൂലിക്കേണ്ടി വന്നു പോകും. അപ്പോൾ ഇത് അവിടുന്ന് വന്നത് ഓർമ്മ ഇല്ലാതെ പോകും. മനുഷ്യജന്മം അങ്ങനെയാണ്. നമ്മുടെ ഈ ലോകത്തിൽ ഉള്ള ചിന്തയെ ഈ ഇപ്പം ശ്രീരാമനായാലും ഉണ്ടാകത്തുള്ളൂ. ഇത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനാണ് നാരദൻ വന്നത്. എന്നാലേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മ വരത്തുള്ളൂ ഇതെന്തിനാ ഞാൻ വന്നതെന്ന്. അതുവരെ ഇങ്ങനെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അതിന് ബ്രഹ്മാവ് പറഞ്ഞു വിട്ടതാ. നാരദ മഹാമുനിയെ പറഞ്ഞു വിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ പിതാവായിട്ട് നിൽക്കില്ലേ ദശരഥ മഹാരാജാവ്? അച്ഛൻ പറഞ്ഞ വാക്കിന് അപ്പുറം ഉണ്ടോ? അതുകൊണ്ട് എന്തും പറഞ്ഞ് കേൾക്കുന്ന മകനാണ് പ്രത്യേകിച്ച്. അതുകൊണ്ട് ബ്രഹ്മാവ് ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതിന് അനുകൂലമായി വന്നു പോകും. അതുകൊണ്ട് പിന്നെ ദശമുഖനെ കൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. അങ്ങനെ നീ അഭിഷേകം ചെയ്ത് രാജ്യഭരണം ഏറ്റാൽ പിന്നെ രാവണനോട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുമല്ലോ. അവിടെ പിന്നെ വന്നുകൊണ്ട് ഒരു ഫലവും ഇല്ലാതെ പോകുമല്ലോ. അതുകൊണ്ട് ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നാരദ മഹാമുനി ഇവിടെ വന്നു. ഇപ്പം മനസ്സിലായോ മക്കൾക്കൊക്കെ? അല്ലാതെ നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവത്തില്ല. ഞാനിത് ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചെനിക്ക് നോക്കാൻ കണ്ടുകൊണ്ട് നോക്കിയില്ല. അന്ന് വായിച്ചതേ ഉള്ളൂ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്ന് എന്നോട് സത്വരം ചെന്ന് പറകന്ന് അരുൾ ചെയ്തു. ഈ സത്യം രക്ഷിച്ചു കൊള്ളണം. എന്താ സത്യം? ഇവിടെ വന്നത് നീ വൈകുന്നേരമായാലും ഇത് തീർത്തേ. സമയം ഒത്തിരി പോയി മക്കളെ. അപ്പോൾ ഈ സത്യം എന്താണ്? രാവണനെ കൊല്ലുക എന്ന സത്യം. ഈ സത്യം രക്ഷിച്ചു കൊള്ളണം. എങ്ങനെ രക്ഷിക്കണം? അത് നടത്തി കൊടുക്കണം. അതാണ് പരമാത്മാവായ ശ്രീരാമൻ ഇവിടെ എത്തിയത്. ആ സത്വരം ചെന്ന് പറകന്ന് ആരരുൾ ചെയ്തത്? സത്യസന്ധൻ ഭവാനെങ്കിലും. അങ്ങനെ അരുൾ ചെയ്ത് വിട്ടതാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ഞാനിവിടെ വന്നത് പറഞ്ഞു. സത്യസന്ധൻ ഭവാൻ എങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. കണ്ടോ, സത്യസന്ധനാണ് ശ്രീരാമൻ. അവിടെ വച്ചേ അവതരിക്കുന്ന മുന്നേ ഇത് അറിഞ്ഞ് പരമാത്മാവ് തന്നെ അറിഞ്ഞാണ് ഇവിടെ അവതരിച്ചത്. പക്ഷേ സത്യസന്ധനൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ മർത്യജന്മം, മനുഷ്യജന്മം കൊണ്ട് ഇതെല്ലാം വിസ്മൃതനായി വരും, മറന്നു പോകും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നാരദ മഹാമുനി ഇത് പറയാൻ വന്നത്. അതുകൊണ്ട് രാജ്യം ഭരണം ഏക്കണ്ട എന്ന് പറയാനാണ് വന്നത്. അതിനല്ലല്ലോ ഭഗവാൻ അവതരിച്ചത്. ഈ സാധുക്കളായ നമ്മളെയൊക്കെ, നമ്മളും അന്നൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളെയൊക്കെ ഈ ദുഷ്ടൻ നമ്മളെ ശരിക്കും ദണ്ഡിപ്പിച്ച് കാണും. അതുകൊണ്ടാണ് എനിക്കത്ര സങ്കടം വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ വിസ്മൃതനായി മറന്നു പോകും. ഇത്തരം നാരദൻ ചൊന്ന് അത് കേട്ട് അതിന് ഉത്തരമായി അരുൾ ചെയ്തു. ഇനിയിപ്പോൾ നാക്ക് തിരിയത്തില്ല, വഴങ്ങത്തില്ല. സമയം പോയി, ഒത്തിരി സമയം കൊണ്ട് എടുക്കുന്നു. അപ്പം എന്താ പറയുന്നത്? രാഘവൻ ഇത് മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയുന്നു കൊടുക്കുക. എന്താ ഉത്തരം? ഇത് വാദത്തിൻ്റെ അസുഖം കൊണ്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ ഇനി നാക്ക് ഇടറെന്നൊക്കെ അങ്ങ് പോകും, ഒന്നും പറയാൻ പറ്റത്തില്ല. ഒത്തിരി നമ്മൾ എഴുതുമ്പോഴും അങ്ങനെ കൈ പിന്നെ വഴങ്ങത്തില്ല. ഒത്തിരി നമ്മൾ എഴുതിക്കൊണ്ടിരുന്നാൽ പിന്നെ ആ കൈ എങ്ങനെ പോകണം നമുക്ക് അറിയാനേ പറ്റത്തില്ല. അതുപോലെ ഭഗവാൻ എന്ത് ചെയ്തു? രാഘവൻ അത് ഉത്തരം പറയുവാണ്. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി. അതുമൂലം വിഷമിക്കണ്ട. സത്യത്തെ ഞാൻ ലംഘിക്കത്തില്ല. ഇപ്പം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നല്ലോ, നാരദ മഹാൻ വന്നാൽ പറഞ്ഞപ്പോൾ. അതുകൊണ്ട് ഇനി ഞാനത് സത്യത്തെ ലംഘിക്കത്തില്ല. ഞാൻ എന്തിനാ വന്നത് അതെനിക്കറിയാം, ഞാനത് മറക്കത്തില്ല. അതോർത്ത് വിഷമിക്കണ്ട. കാലവിളംബര എന്തിനെന്നല്ലല്ലി. എന്താ ഇന്ന് താമസിക്കുന്നത്? എന്താ അങ്ങ് ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ അതിന് സമയമായില്ല. അതാണ് പലരും പറയത്തില്ല, ഇപ്പം ഞാൻ ചോദിക്കത്തില്ല, ഇപ്പം എനിക്ക് ദോഷ സമയമാണ് പറഞ്ഞിട്ടില്ലേ. ഇപ്പം എനിക്ക് ഈ കലികാലവും പോരെങ്കിൽ ശനിദോഷമാണ്, ഇപ്പം ഞാൻ ഇങ്ങനെ കിടക്കട്ടെ, ഇത് എൻ്റെ അനുഭവം, ഇത് തീരുമ്പം അതിന് തിരിച്ചടി വന്നോളൂ എന്ന് നമ്മൾ പറയത്തില്ലേ. അതുപോലെ കാലവിളംബരം, ഇതെന്താ പിന്നെ താമസിക്കുന്നേ, രാവണനെ അങ്ങ് കൊന്നൂടെ എന്ന് വിചാരിക്കത്തില്ലേ. അതിന് പറയാം കാലവിളംബനം. ഇത് താമസം എന്തിനെന്നല്ലല്ലി. അതിനുണ്ട്, അതും പറഞ്ഞിടുവാൻ അതൊരു കാരണമുണ്ട്, അത് പറയാം. കാല അവലോകനം കാര്യസാധ്യ നിർണയം. അതായത് സമയം നിരീക്ഷിക്കലുണ്ട്.
ഞാൻ ഈ പറഞ്ഞാണ് അതിനൊക്കെ ഒരു സമയമുണ്ട്, അതിനൊരു കാരണം വന്നു ചേരണം. വെറുതെ എന്തൊരാളെ ചെയ്യാൻ പറ്റുമോ? വെറുതെ ചെന്ന് ഇപ്പം രാവണൻ പണ്ട് അങ്ങോട്ട് ചെയ്ത ദുഷ്കർമ്മത്തിനെന്നും പറഞ്ഞ് ഇപ്പം ചെന്ന് ശ്രീരാമൻ നേരിട്ട് ചെന്ന് കൊല്ലാൻ പറ്റുമോ? അതിനൊരു നിമിത്തം ഉണ്ടാക്കി എടുക്കണം. അതിന് കാരണം അതിനാണ് സീത വന്നേക്കുന്നത്. സീതയെ ഇങ്ങനെ വനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം മോട്ടിച്ചുകൊണ്ട് പോകും, അതിന് അവസരം കൊടുക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ് അതിനെ കൊല്ലാം. അല്ലാതെ നേരിട്ട് ഇപ്പം ചെന്ന് ഒരു കാരണമില്ലാതെ ചെന്ന് കൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാല അവലോകനം കാര്യസാധ്യം നിർണാം. മനുഷ്യർക്ക് കാര്യസാധ്യം പിന്നെ കാലങ്ങൾ പരീക്ഷിച്ചു വരണം. കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പരമേശ്വരൻ കാലസ്വരൂപനാണ്. നമ്മൾ തന്നെ നമ്മുടെ ദോഷസമയങ്ങൾ മാറും, നമ്മൾ സഹിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ കാലം അങ്ങനെ വിട്ടുകളഞ്ഞേക്കുക. അതിനൊരു സമയം എടുക്കുന്ന സമയം വരെ നമ്മൾ നോക്കി തന്നെ ഇരിക്കണം. പ്രാരബ്ധ കർമ്മ ഫലൗക ക്ഷയം വരും നേരത്ത്. അപ്പോൾ എന്താ? പ്രാരബ്ധ കർമ്മ ഫലൗക ക്ഷയം വരും നേരത്ത് ഒഴിഞ്ഞ് മറ്റാവതിലാർക്കുമേ. നമുക്കുള്ള ഈ കർമ്മഫലത്തിൻ്റെ ക്ഷയങ്ങളൊക്കെ ഇങ്ങനെ വരും. നമ്മളെ പിന്നെ പിടിച്ചാൽ നിൽക്കത്തിൽ നമുക്ക് വന്നിരിക്കും ക്ഷയം. ആ സമയത്ത് വേണം ചെന്ന് ചെയ്യാൻ. അന്നേരം അത് അതിനൊരു പ്രത്യേക രീതി. അന്ന് വലിയ സേവനം ചെറുതായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് പോകും. എന്താ? അവർക്ക് അനുഭവം അങ്ങനെ വന്നിരിക്കും. ഇപ്പം ദുഷ്ടനായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം വലിയ ഗമേല് നല്ല സമയമാണെങ്കിൽ രാവണനെ കൊല്ലാൻ പറ്റത്തില്ല. അയാൾക്ക് ക്ഷയിക്കുന്നൊരു സമയം വരും, എന്നുവെച്ചാൽ ദോഷസമയം വരും. ആ സമയത്ത് വേണം ചെയ്യാം. അപ്പോൾ അത്രയും പ്രയത്നം ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാരബ്ധ കർമ്മ ഫലൗക ക്ഷയം വരും നേരത്തൊഴിഞ്ഞ് മറ്റാവതെല്ലാവർക്കുമേ. കാരണം മാത്രം പുരുഷ പ്രയാസം എന്നാരും അറിയാതെ ഇരിക്കുകയുമല്ലല്ലോ. നാളെ വനത്തിന് പോകുന്നതുകൊണ്ട് ഞാൻ, എന്നിട്ട് വേണം ആരംഭം തുടങ്ങാൻ. വനത്തിനൊക്കെ പോയിട്ട് കുറച്ച് ഇതിൻ്റെ കാരണങ്ങൾ ഒപ്പിച്ചൊപ്പിച്ച് വരണം. എന്തെല്ലാം ഇതിനിടയ്ക്ക് വന്നെന്നറിയാമോ? അപ്പോഴാണ് ഒടുക്കം സംഭവിച്ചത്. നേരിട്ട് ചെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരെയും ഒന്നും ചെയ്യാൻ ഒരു കാരണം, ഒന്ന് ഉടക്ക വേണം. ഒരു ഉടക്കില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാളെ വനത്തിനു പോകുന്നതുകൊണ്ട് ഞാൻ നാളിക ലോചനൻ പാദങ്ങൾ തന്നാണ്. അതായത് നാളികലോചനൻ പാദങ്ങൾ തന്നാണ് എന്ന് പറയുന്നത് എന്താ? അതൊരു സത്യം ചെയ്യാണ്. പോകുന്നുണ്ട്. പിന്നെ ചതുർദശ സംവത്സരം വനം. ചതുർദശ ദശം 10 ചതുർ 4 14 വർഷം. ചതുർദശ ചതുർ 4 ദശം 10 14 14 സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിയിടുവാൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. 14 വർഷം താമസിക്കുകയും വേണം. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുധാനാന്വയ നാശം വരുത്തുവാൻ. കണ്ടോ? സീതയെ ഇതിട്ട് ചുവട് വെച്ചുകൊണ്ട് സീത വേണം ഇതിന് കാരണം ഉണ്ടാക്കാൻ. സീതയെ കൊണ്ടുപോയെങ്കിൽ ഇത്രയും വാശിയും വൈരാഗ്യം ശ്രീരാമൻ ഉണ്ടാകത്തുള്ളൂ. എന്നാലേ അത്രയും കടുപ്പമായി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് വേണം യാതുധാനാന്വയ നാശം വരുത്താൻ. ഇത് രാവണന്റെ നാശം വരുത്താൻ. സത്യമിതെന്നരുൾ ചെയ്ത് രഘുപതി ചിത്ത പ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്ത് വേഗന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്ര അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടാൻ ആദരാൽ അദ്ദേഹം പോയി. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്ക. താൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതില്ല സംശയം. ശേഷം ഇനിയും കഥ കേൾക്കണമെങ്കിലോ ദോഷം അകലുവാൻ ചൊല്ലുന്നതുകൊണ്ട് ഞാൻ ഇനിയും പറഞ്ഞു തരാം. കേൾക്കണമെങ്കിൽ ഇനിയും പറയാം. ഇനി ശ്രീരാമാഭിഷേകമാണ്. ഇനി കൊണ്ടത് ഒട്ടും വയ്യാതായല്ലേ, സമയപ്പാട് പോകണല്ലോ. ശ്രീരാമാഭിഷേക ആരംഭം. എങ്കിലോ രാജ ദശരഥനെ കഥാ സങ്കലിത ആനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജസാംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നത് എപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാകതാൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാജകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥ അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചത് ഇപ്പോഴത് അങ്ങനെ. എങ്കിലങ്ങ് ഉൾപ്പൂവിൽ ഓർത്തു നിയോഗിക്കുകയും വേണം. അദ്ദേഹത്തോടെ അഭിഷേകം ചെയ്യാൻ ഒരുങ്ങുന്നു. നാരദ മഹാമുനി അനുഭവം എന്ന് പറഞ്ഞു. ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ട് എപ്പോഴും, ഏറ്റവും അതോർത്ത് കണ്ടില്ലയോ. ഈ ശ്രീരാമനോട് എല്ലാവർക്കും അനുരാഗം, അത്ര സ്നേഹമാണ്, അത്ര നല്ല ഉത്തമനല്ലേ. വന്നീല മാതുലനെ കാണുന്നതിന് ഏറെ മുന്നേ പോയ ശത്രുഘ്നന്മാർ. കാരണം ശത്രുഘ്നന്മാരെ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേ അവരെ തിരക്കി അവിടുന്ന് ദൂതന്മാർ വന്ന് ഇവരെ കൊണ്ടുപോകാൻ, ഭരതനെയും ശത്രുഘ്നെയും. മുമ്പേ പോയ പിള്ളേരെ കണ്ടില്ലല്ലോ. വന്ന മുഹൂർത്തം അടുത്ത ദിനം തന്നെ. പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം. അപ്പോൾ രാമനെ അഭിഷേകം കുട്ടികളോടില്ലല്ലോ, അതിനെ കൊണ്ടുവരണ്ടേ, അതിനാ പറയുന്നത്. എന്നാൽ അവർ വരുവാൻ പാർക്ക ഇല്ലിനി ഒന്നുകൊണ്ടും അത് നിർണയം മനസ്സേ.
എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്ന് തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. കുട്ടികളെ കൊണ്ടുവരാൻ തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക. ചാരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക. ദിക്കുകളൊക്കെ പുഴങ്ങവേ. അഭിഷേകമല്ലേ, ഭയങ്കര തോരണങ്ങളൊക്കെ ചാർത്തണം, എല്ലാം വേണം. മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുളി ചെയ്തു. മന്ത്രിമാരോട് പറയുന്നു, എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. വസിഷ്ഠനാണ് അവിടുത്തെ രാജഗുരു, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊക്കെ എല്ലാം ചെയ്യുക. നാളെ വേണം അഭിഷേകം. ഇളമയായ നാളിക നേത്രനാൻ രാമന് നിർണയം. നന്ദിതനായ സുമന്ത്രനും അന്നേരം നന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ, എന്തെന്നു വേണ്ടുന്നതെന്ന് അരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു. സുമന്ത്രരോടിത്തം വസിഷ്ഠ മുനിയും അരുൾ ചെയ്തു. കേൾക്ക, നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ 16 പേർ തന്നിൽക്കണം. മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം. ആനകളെയൊക്കെ പൊന്നണിക്കണം. കന്യകമാർ 16 മധ്യകക്ഷി നിൽക്കണം. ഐരാവത കുലജാതന 4 കൊമ്പനാരാൽ വരേണം അലങ്കരിച്ച അങ്കണേ. ദിവ്യ നാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം. മലയജ എന്ന് വെച്ചാൽ ചന്ദനമരത്തിന്റെ ഇലകളും വർണ്ണങ്ങൾ കൊണ്ട് വായി കെട്ടി വച്ചിരണം. പുത്തൻ പുലിത്തോൽ വരുത്തുക 3 ഛത്രം കൂട. സുവർണ ദണ്ഡം മണിശോഭിതം മുക്ത മണിമാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും. സൽകൃതന്മാരാ മുനിജനം വന്ദിക നിൽക്ക കുശപാണികളായ സഭാന്തികെ നർത്തകിമാരോട് വാരവധൂജനം. നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വര അങ്കണേ നിന്നു മനോഹരം ഹസ്ത്യ അശ്വപത്തി രഥാദി മഹാബലം വസ്ത്രാദി അലങ്കാരമോട് വന്നിരണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം. മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഗാഭിഷേകാർത്ഥമായി. എല്ലാവരും ദീപങ്ങളെല്ലാം എടുത്ത് നന്നായി അലങ്കരിക്കണം. ഇത്തം സുമന്ത്രനെ നിയോഗിച്ച് അതിസത്വരം തേരിൽ കയറി വസിഷ്ഠനും ദാശരഥി ഗൃഹം എത്രയും ആസുരവാശ സന്തോഷണ സംപ്രാപ്യ സാദരം നിന്ന് അതുനേരം അറിഞ്ഞു രഘുവരൻ. ചെന്നുടൻ 2 നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്തിയായ രഘുത്തമൻ പുൽക്കലശസ്ഥിത നിർമ്മല വാരുണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദന ചിരിച്ചരുളി ചെയ്തു. പിതാവ് പറയുമ്പം ധിക്കരിക്കാൻ പറ്റും, അതുകൊണ്ട് ഭഗവാൻ ചെന്ന് അവിടെ ഇരുന്ന് കൊടുത്ത് പാദം കഴുകാനൊക്കെ. പുണ്യവാനായ അടിയൻ അതീവ കേളിന്ന് പാദോദക തീർത്ഥം ധരിക്കയാൽ. അതായത് ഭഗവാന്റെ പാദം തീർത്ത ആ ഉദകം, ആ വെള്ളം ധരിച്ചതുകൊണ്ട് പുണ്യവാനായേ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. അതായത് വസിഷ്ഠ മഹാമുനിയെ നന്നായി ആദരിച്ചൊക്കെ ഗുരുവല്ലേ ഇരുത്തി അദ്ദേഹത്തെ പാദതീർത്ഥം ഒക്കെ ഇങ്ങനെ നന്നായി ശിരസിലൊക്കെ ധരിച്ചപ്പോൾ പുണ്യവാനായെന്നെല്ലാം പറഞ്ഞു ഭഗവാൻ. നന്ദു നിന്ന് എത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടോ ചൊല്ലുന്നത് ഇപ്പോൾ നിർവാത്മജ. അതായത് നിർഭന്റെ മകൻ ദശരഥ മഹാരാജൻ മകനാണ് ശ്രീരാമ. നിർവാത്മജ വെച്ചാൽ ശ്രീരാമ. ആര് പറഞ്ഞു? വസിഷ്ഠൻ. തൊൽപാദപങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നത് നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്ന് ഇന്നാണ് അറിയുന്നത്. അതായത് ശ്രീരാമൻ ഇന്നവനാണെന്ന്. അത് ശ്രീരാമൻ ആരാ? ഭഗവാനല്ലേ. അതാണ് നന്നായി അറിഞ്ഞിരിക്കുന്നത് നിന്നെ ഞാൻ എന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മ പരമാത്മാവ് മോക്ഷതൻ നാനാ ജഗന്മയൻ ഈശ്വരൻ ഇതാണെന്ന് വസിഷ്ഠ മഹാമുനി അറിഞ്ഞിരിക്കുന്നു. അതാ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലം അത്ര ജനിച്ചത് നിശ്ചയം. അത് സീതാദേവി ജനിച്ചതും ദേവിയാണെന്ന്. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്ന് താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടുന്ന ശ്രീപദേ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം. വസിഷ്ഠർക്ക് നാരദ മഹാമുനി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞത് ഞാനിതം. ദേവകാര്യങ്ങളെല്ലാം രഹസ്യമായിട്ടിരിക്കണം, അത് വെളിച്ചത്തിട്ടൂടാ. അതുകൊണ്ടാണ് പറയാഞ്ഞത്. അത് അപകടമാ. ഇപ്പം കംസൻ തന്നെ ഒരു അശരീരവാക്യം കേട്ടപ്പോഴല്ലേ
കൃഷ്ണനെ ജനിക്കുന്ന മുമ്പേ കുഞ്ഞുങ്ങളെല്ലാം കൊന്നു കളഞ്ഞത്. അതുപോലെ അങ്ങനെ വന്നുകൂടാ. അതുകൊണ്ട് അതെല്ലാം വെളിച്ചത്തിടാതെ രഹസ്യമായി, ആ ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം, അത്രമാത്രം രഹസ്യമായിരിക്കണം. ഇപ്പോൾ ഒരു ദൈവം വെളിച്ചത്തിടാഞ്ഞത് ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് സാധിക്കുക മായാ മനുഷ്യനായ ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗതിഥാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. അതായത് സാക്ഷാൽ ഭഗവാൻ ചരാചരൻ ആചാര്യനല്ലോ ഭവാൻ വസിഷ്ഠര്. ഓർക്കിലാണെങ്കിലോ പിതൃണാം പിതാവിൻ്റെയും പിതാമഹനാണെന്ന് ആണ് ഈ വസിഷ്ഠർ എന്ന് ഭഗവാൻ പറയുന്നു. സർവേഷ ഗോചരനായ അന്തര്യാമിയായ സർവ്വജഗദ്യ അന്തർവാഹകനായ നീ ശുദ്ധ സത്വാത്മകമായൊരു വിഗ്രഹം കൃത്വ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായ പൃഥ്വിതലേ യോഗമായ ജാതനാം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോട് ധാതാവ് താന്. വസിഷ്ഠനോട് ധാതാവ്, അതായത് ബ്രഹ്മാവ് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് മർത്യവേഷണ ദശരഥപുത്രനായ പൃഥ്വി ഭൂമിയിൽ യോഗമായ ജാതനാകുന്നു ശ്രീരാമൻ എന്നത് മുന്നേ നേരത്തെ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോട് ആര് പറഞ്ഞു? ധാതാവ് താൻ അരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുത. അങ്ങനെ വസിഷ്ഠ മഹാമുനി അങ്ങനെയാ അത് നേരത്തെ അറിഞ്ഞുകൊണ്ട് ഈ കുലത്തിൽ പുരോഹിതനായ ഗുരുവായിട്ട് വന്നത്. ഒരു രാജഗുരു വേണമല്ലോ. അങ്ങനെ ഇത് വിധാതാവ് ഇദ്ദേഹത്തിനോട് പറഞ്ഞ വസിഷ്ഠനോട് അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ മുന്നേ പുരോഹിതനായിരുന്നു മുത. അത് ശരി. ഞാനും ഭവാനോട് സംബന്ധ കാംക്ഷയാ നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികില്ല, അതും പിഴയല്ലല്ലോ. ഇന്ന് സഫലമായി വന്ന് മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും. യോഗേശാദേ മഹാമായ ഭഗവതി ലോകയ മോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതകാമൻ ഭവാനെങ്കിൽ ആശയം മായ മോഹിപ്പിയായികമീ ത്വൽപ്രസംഗാൽ. അതായത് ത്വൽപ്രസംഗാൽ, അതായത് ത്വൽപ്രസംഗം വെച്ചാൽ അങ്ങനെയുള്ള അടുപ്പം കൊണ്ട്, പ്രസംഗം അല്ല സംഘം, അതായത് ഭഗവാനുള്ള ഈ ഗുരുവിനുള്ള അടുപ്പം കൊണ്ട്. ത്വൽപ്രസംഗാൽ സർവമുക്തി, അത് പ്രസംഗം ഒന്ന് വായിക്കരുത്. ത്വൽപ്രസംഗാൽ സർവമുക്തി മുക്തി ഇപ്പോൾ ഇതം അപ്രവക്തവ്യം മയാ രാമപുത്രചിൽ. രാജാ ദശരഥൻ ചൊന്നത് കാരണം രാജീവനേത്ര വന്നേൻ ഇവിടേക്കു ഞാൻ. അഭിഷേകം അടുത്ത നാളെന്നത് കണ്ടു ചൊൽവാനായി ഉണറി വന്നേനകം. വൈദേഹിയോട് ഉപവാസം ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്കാൻ ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങ് ഒരുക്കുവൻ വൈകാതെ. വന്നീട് ഉഷസിന് നീ എന്നരുൾ ചെയ്തു ചെന്ന് തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്ക് അഭിഷേകം ഇളമയായി മോദന ചെയ്യും അടുത്ത നാൾ നിർണയം. ഈ രഹസ്യമെല്ലാം ശ്രീരാമന് ലക്ഷ്മണനും ശ്രീരാമനും ഒന്നിച്ച്, ശത്രുഘ്നും ഭരതനും ഒന്നിച്ച്. അപ്പോൾ ശ്രീരാമൻ ആരോടാ പറയുക? ലക്ഷ്മണനോടാ പറയുക. രണ്ടുപേരും ഒന്നിച്ചാണ്. കാരണം ഇവർ രണ്ടുമാണ്. നാരായണനും ബലരാമൻ എങ്ങനെയാ ശേഷൻ, അങ്ങനെ അവർ രണ്ടും. അതുകൊണ്ട് ലക്ഷ്മണനോട് ശ്രീരാമൻ ഇത് പറഞ്ഞു, ഇങ്ങനെ അഭിഷേകം ചെയ്യാനിരിക്കുന്നെന്ന്. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് തന്നെ ചിരിച്ച് അരുൾ ചെയ്തു രഹസ്യമായിട്ട് പറഞ്ഞു. താതൻ എനിക്ക് അഭിഷേകം ഇളമയായി മോദന ചെയ്യും അടുത്ത നാൾ നിർണയം. അടുത്ത ദിവസം എന്നെ ഇങ്ങനെ ചെയ്യാനിരിക്കുന്നു അഭിഷേകം. തത്ര നിമിത്തം മാത്രം ഞാനൊരു നിമിത്തമായേ നിൽക്കുന്നുള്ളൂ. കർത്താവ് നീയാണ് ഇതിൻ്റെ കർത്താവ്, ഞാനൊരു നിമിത്തം. കാരണം പറഞ്ഞു പോയില്ലേ, അതിനുവേണ്ടി ഞാനിങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥം നിനക്കാണ്, കർത്താവായിട്ട് നിൽക്കേണ്ട നീ തന്നെയാണ്, ലക്ഷ്മണനാണെന്ന് അദ്ദേഹം. കാരണം ഭഗവാൻ അറിയാം ഭഗവാന് പോകണമെന്ന്. രാവണൻ്റെ ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് കർത്താവും നീ, രാജഭോക്താവും നീ അത്രേ, നീയാണ് ഇതിൻ്റെ കർത്താവും ഭോക്താവും. വത്സ മമത്വം, അതായത് അനുജനോട് വത്സ മമത്വം ബഹി പ്രാണനായകയാ ഉത്സവത്തിന് കോപ്പിട്ടുകൊള്ളുക. നീ നായകയായ ഉത്സവത്തിന്, പ്രാണനായകയാൽ ഉത്സവത്തിന് കോപ്പിട്ടുകൊള്ളുക. നാളത്തെ ഇതിനു വേണ്ടി നീ ഒരുങ്ങൂ. കാരണം വത്സ അതായത് പിന്നെ എന്തുവാ അതിൻ്റെ അർത്ഥം? മമത്വം, നീ എൻ്റെ പുറത്തെ പ്രാണനാണ്. അതായത് അകവും പുറവും ഉണ്ടല്ലോ, അതിൽ ശ്രീരാമൻ്റെ തൊട്ട് അത്ര ഒന്നായി നിൽക്കുന്നവനാണ് ലക്ഷ്മണൻ. അതുകൊണ്ട് നീ എൻ്റെ പുറത്തെ പ്രാണനാണ്. അതാണ് മമത്വം.
ബഹിപ്രാണനായകയാൽ ഉത്സവത്തിന് കോപ്പിട്ട് കൊള്ളുക. ആശുനി നീ അതിന് ഇതെല്ലാം ഒരുങ്ങൂ. മത്സമനാകുന്നതും ഭവാൻ എന്ന് വെച്ചാൽ നീ എൻ്റെ സമമാണ്, നീ എനിക്കൊപ്പമാണ്, എന്നോട് ഞാൻ തന്നെ ആകുന്നു നീ. അതാണ് ഭഗവാൻ പറയുന്നത്. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ല, അതിനും നമ്മോട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇങ്ങനെ പറയേണ്ട, നമ്മൾ ആരും മത്സരിക്കത്തില്ല. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും. രാജീവ സംഭവനന്ദനൻ തന്നോട് രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവ നേത്ര അഭിഷേക വൃത്താന്തങ്ങൾ പൂജാ വിധാനേന ചൊന്നത് കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോട് അറിയിച്ചാൻ ഒരു പുമാൻ. ഇത് കൗസല്യോടും സുമിത്രയോടൊക്കെ ചെന്ന് പറഞ്ഞു. സമ്മോദം അത് കേട്ട് അത് നേരത്ത് എനിക്ക് ഒക്കുന്നില്ല ഇപ്പം ചൊല്ലാൻ, എന്താ പറയാനാ, തോനെ സമയം വായിക്കാൻ പറ്റത്തില്ല. സമ്മോദം അത് കേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യം താൻ അഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്തിയാ വണങ്ങി വാണിയിടിനാൾ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഇത് കുറേ ഒരു മണിക്കൂർ കഴിഞ്ഞു. കുഴപ്പമില്ല, മക്കൾക്ക് ഇത് ആവശ്യം വായിക്കണം, നന്നായി വായിച്ചോളൂ. ഇത് ഒന്നുകൂടെ വൃത്തിയായി പതുക്കെ നിങ്ങൾക്കൊക്കെ ആവുന്നവരല്ലേ, പതുക്കെ വായിക്കും. എൻ്റെ പ്രായവും എൻ്റെ അസുഖവും അങ്ങനത്തെ ആയതുണ്ടാക്കളെ. അതുകൊണ്ട് നന്നായി ഭക്തിയോടുകൂടി ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. എല്ലാ മക്കൾക്കും എൻ്റെ സർവ്വ ആശംസകളും എല്ലാം ഉണ്ട്, എൻ്റെ അനുഗ്രഹം വരെ ഉണ്ട്. അത്ര സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഇത്രയും ഭയത്തിനെ കൊണ്ട് ഇത്ര 2 വർഷം കൊണ്ട് തുടങ്ങിയതാണ് ഈ കാര്യം. ഇത്ര തോന വായിച്ച തൊണ്ടയ്ക്ക് ഇത്രയും അടയ്ക്കുന്നത്. എല്ലാവർക്കും നമസ്കാരങ്ങളെ. എനിക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല, മക്കളെ ഓർക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, സന്തോഷം വരുന്നുണ്ട്. ഇന്നലെ ഇത്രയും വായിച്ചുകൊണ്ട് സന്തോഷം കൂടുന്നുണ്ട്. കാരണം ഞാൻ ധരിച്ച് കുറച്ച് മക്കൾ ഇതൊക്കെ വിട്ടിട്ട് പോകാൻ സമയം ഇത്ര എടുക്കത്തില്ല. പക്ഷേ സന്തോഷം ഉണ്ടാക്കളെ. എല്ലാവർക്കും 10 പേരായാലും ശരി, എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരാൾക്കാലും ഞാൻ ഇടും. അതെൻ്റെ നിർബന്ധമാണ്. അത് ഭഗവാന്റെ ഒരു ഇതാണ്. എല്ലാവർക്കും ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.